നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നീറിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. പ്രവാസ ലോകത്ത് കഴിയുന്ന വാപ്പ അറിയാതെ, നിങ്ങളുടെ ഭർത്താവ് അറിയാതെ മകളുടെ 11ലും 12ലും ഡിഗ്രിക്കുമൊക്കെ പഠിക്കുന്ന മോളുടെ കോളേജിലുണ്ടായ ചില സംസാരങ്ങൾ, അത് വാപ്പ പോലും അറിയരുത് എന്ന നിലക്ക് അതിനെയെല്ലാം ഡീല് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി വെയിലുകൊള്ളുന്ന പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ഈ മക്കളുടെ ഉപ്പ വേദനിച്ചു പോകരുത് എന്ന നിലക്ക് അതിനെയെല്ലാം അടക്കി ഒതുക്കി വെക്കുന്ന സ്വഭാവങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ കേൾക്കാറുണ്ട്. ഞാനിത് പറയുന്നത് ഈ മക്കളുടെ ഉപ്പയാകുന്ന, എൻ്റെ ഭർത്താവാകുന്ന ആ പ്രവാസിയായി ജീവിക്കുന്ന മനുഷ്യൻ വേദനിച്ചു പോകരുത് എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ആഗ്രഹിക്കുന്നു. എന്തിന്റെ പേരിലാണ് വേദനിക്കുന്നത്? ഓരോ രക്ഷിതാവും തന്റെ മക്കളെക്കുറിച്ച് ഒരുപാട് മോഹങ്ങളാണ്, ഏറെ അഭിലാഷങ്ങളാണ്, ഏറെ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങളെല്ലാം പൂവണിഞ്ഞു കിട്ടാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടിലും വെപ്രാളത്തിലുമാണ് ഓരോ രക്ഷിതാക്കളും. കണ്ണിൽ എണ്ണയൊടിച്ച് ഞങ്ങളുടെ മക്കൾ സ്കൂളിലേക്ക് പോകുന്നത്, കോളേജിലേക്ക് പോകുന്നത്, തിരിച്ചു വരുന്നത്, കോളേജിന്റെ ക്യാമ്പസ് അന്തരീക്ഷത്തിൽ ഞങ്ങളുടെ മക്കൾ ജീവിക്കുന്നത് എല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണിൽ എണ്ണയൊടിച്ച് നിരീക്ഷിക്കണമെന്നും കാക്കണമെന്നും വിചാരിക്കുന്നവരാണ് രക്ഷിതാക്കൾ. പക്ഷേ ധാർമ്മികതയുടെ ചുറ്റുപാടിൽ ജീവിച്ചു വളർന്ന നമ്മുടെ മക്കൾ മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞ് സ്കൂൾ തലത്തിൽ ഹയർ സെക്കൻഡറിയിലേക്ക് പ്രവേശിക്കുമ്പോ, 11ലും 12ലുമൊക്കെ എത്തി നിൽക്കുമ്പോ ആരൊക്കെയോ മാടി വിളിക്കുന്ന ആ വിളിയാളം കേട്ട് പ്രേമചാബല്യങ്ങളിൽ, അഗാധഗർത്തങ്ങളിൽ വീണുപോകുന്ന മക്കളെക്കുറിച്ചുള്ള നിരന്തരമായ വാർത്തകൾ നമ്മെ ഏറെ വേദനിപ്പിക്കുന്നതാണ്. എന്റെ നാട് നിലമ്പൂരിനപ്പുറം എടക്കരയാണ്. ബ്രിട്ടീഷുകാർ ഈ നാട് ഭരിക്കുന്ന സമയത്ത് നിലമ്പൂരിന്റെ ഫോറസ്റ്റിൽ നിന്ന് തേക്കുകൾ കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഷുവർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുള്ള പാത. അതിന്ന് ആ നാട്ടിലെ മുഴുവൻ ആളുകളും സുഖകരമായ യാത്രയ്ക്ക് വേണ്ടിയുള്ള റെയിൽ പാതയായി, യാത്രക്കാർക്ക് വേണ്ടിയുള്ള പാതയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് മാറി വാണിയമ്പലം, തൊടികപ്പുലം എന്നൊക്കെ പറയുന്ന തൊട്ടടുത്തടുത്തുള്ള സ്റ്റോപ്പുകൾ, അവിടെ 9ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയെ കാണാനില്ല എന്ന വാർത്ത, അതല്ലെങ്കിൽ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകി, പോലീസുകാർ അന്വേഷണം നടത്തി, പിറ്റേ ദിവസം ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുള്ള കുറ്റിക്കാടിൽ നിന്ന് ആ പെൺകുട്ടിയുടെ കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിൽ, ശ്വാസം മുട്ടിച്ചു കൊന്ന നിലയിൽ 9ാം ക്ലാസ്സുകാരിയെ ഈ റെയിൽവേ പാതയോട് ചേർന്ന് കിടക്കുന്ന കുറ്റിക്കാട്ടിൽ നിന്ന് കണ്ടെത്തുകയാണ്. ആരാണ്? നാട്ടുകാർക്ക് അറിയാത്ത, ഈ പ്രേമചാബല്യങ്ങൾ അറിയാത്ത വീട്ടുകാർക്ക് മനസ്സിലായി ആള് ആരാണ് ഈ ചെയ്തത് എന്ന് ആദ്യം തന്നെ. പക്ഷെ നാട്ടുകാരായ ആളുകൾ അങ്കലാപ്പിലാണ്, അവർ ആശങ്കയിലാണ്, ആകെ വെപ്രാളത്തിലാണ്. ആരാണ് ഈ പണി ചെയ്തത്? പ്രതിയെക്കുറിച്ച് കേൾക്കുമ്പോ 16 വയസ്സ് മാത്രം പ്രായമുള്ള +1കാരനാണ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ശ്വാസം മുട്ടിച്ച് അവൾ അണിഞ്ഞിരിക്കുന്ന ഷ്വാള് അത് അവളുടെ വായിൽ തിരികെ കയറ്റിയോ മൂടിക്കെട്ടിയോ അവളെ കൊന്നു തീർത്തിരിക്കുന്നത് എന്ന വാർത്തയാണ്. അത് പോലീസിന്റെ അന്വേഷണത്തിലാണ്. ഞാനതിലേക്ക്, അതിന്റെ അന്വേഷണത്തിലെ വിലങ്ങു തീർക്കുന്ന ഒരു സംസാരവും നമ്മുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല. അത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണത്തിലാണ്. പക്ഷേ കേൾക്കുന്നത് ഇങ്ങനെയാണ്. നമ്മെ എല്ലാവരെയും മനസ്സ് ഒന്ന് വേദനിച്ചു പോകുന്ന, എന്റെ കൊച്ചു സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 2 കുരുന്നു മക്കളുടെ 35 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരനായ, ഞങ്ങളുടെ കൂടെ എല്ലാറ്റിനും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ ഗ്രൗണ്ടിൽ മിനിഞ്ഞാന്ന് തളർന്നു വീണ് മരിക്കുകയാണ്.
18 വയസ്സുകാരി കുറച്ചപ്പുറം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തളർന്നുകൊണ്ട് മരിക്കുകയാണ്. നോർമലായ അവസ്ഥയിൽ തന്നെ 15-കാരിയും 18-കാരിയും 20-കാരിയും ഒക്കെ പെട്ടെന്നെ മരിച്ചു വീഴുന്ന, പെട്ടെന്നെ തളർന്നു വീണ് മരണപ്പെട്ടു പോകുന്ന വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, അതിനിടയിൽ ഈ അർത്ഥത്തിലുള്ള കൊലപാതകങ്ങളും ഏറെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ കുട്ടി, ഞാൻ അത് പറഞ്ഞത്, ആ കുട്ടിയുടെ വീട്ടിൽ ചെന്ന് ഈ 16-കാരൻ പറഞ്ഞിരുന്നത്രേ, എന്ത്, മോളെവിടെ എന്ന് ചോദിക്കുമ്പോ അമ്മ പറഞ്ഞു, ഇല്ല, കാണാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് ആ വീടുമുറ്റം വിട്ട് പോയത് എന്ന് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നു. എന്നിട്ട് ഒരു ബൈക്ക് നിർത്തി എന്റെ കൂടെ വാ എന്ന് പറയുമ്പോ എന്നെ ഒരു മരണത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിടാനാണ്, ചതിയുടെ വഞ്ചനയുടെ ഒരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ്, എന്നെ ഇന്ന് എല്ലാമായി അവസാനിപ്പിക്കാൻ, തീർത്ത് കളയാനാണ് എന്നെ വിളിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പ്രായത്തിന്റെ പക്വതയില്ലായ്മ. ആ വിളിക്കുത്തരം നൽകിയ ബൈക്കിൽ കയറി അവന്റെ കൂടെ യാത്രയാകുമ്പോ എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, എന്നെ കേൾക്കുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ വൈജ്ഞാനിക കേന്ദ്രത്തിലെ എന്റെ പ്രിയപ്പെട്ട അനുജത്തിമാരായ മക്കളെ, നമ്മൾ വളരെ ഗൗരവപൂർവ്വം ആലോചിക്കണം. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് വെച്ച നിയമങ്ങളെ ആര് കാറ്റിൽ പറത്തുന്നുവോ അവരെയൊക്കെ നഷ്ടത്തിന്റെയും ഖേദത്തിന്റെയും ദുഃഖത്തിന്റെയും വിഷമത്തിന്റെയും വ്യസനത്തിന്റെയും ഒക്കെ വാർത്തകളിലാണ് നമ്മൾ പിന്നീട് കേൾക്കാറുള്ളത്. ചരമകോളങ്ങളിലാണ്, ചാനലുകളുടെ വാർത്തകളിൽ മാറി മാറി കടന്നു പോകുന്ന കൊലപാതകത്തിന്റെ വാർത്തകളിലാണ് നമ്മൾ അവരെ പിന്നെ വായിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓർമ്മപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. പ്രേമം, ഇഷ്ടം, സ്നേഹമെന്നൊക്കെ പേരിട്ട് വിളിച്ച് അത് ലവാണ്, സ്നേഹമാണ്, പ്രേമമാണ്, അടങ്ങാത്ത ഇഷ്ടമാണ് എന്ന് വിളിച്ചു പറഞ്ഞ് മാതാപിതാക്കളുടെ വർത്തമാനങ്ങളെ തട്ടിമാറ്റുന്ന, അവരെ ഉപദേശിക്കുന്ന ഉപദേശങ്ങൾ ചെവിക്ക് അതൊരു പ്രയാസമായി തോന്നുന്ന, അതല്ലെങ്കിൽ അത് കേൾക്കാതിരിക്കുവാനുള്ള അശ്രദ്ധയുടെ ലോകത്തേക്ക് നീങ്ങിപ്പോകുന്ന പുതിയ തലമുറയോട് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് മുത്ത റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വിവാഹത്തെ പഠിപ്പിക്കുമ്പോ ആ വിവാഹം എന്തിനു വേണ്ടിയാണ് എന്നതും എങ്ങനെയാകണമെന്നതും ഒക്കെ പഠിപ്പിക്കുന്ന ഘട്ടത്തിൽ വിവാഹത്തെ വർണ്ണിക്കാനല്ല, വിവാഹത്തെ വിശദീകരിക്കാനല്ല ഞാനിത് പറയുന്നത്. മറിച്ച് ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഈ പ്രേമമെന്ന് പറയുന്ന അഫെയറിന്റെ കഥ പറയുമ്പോ, പ്രേമത്തിന്റെ കഥ പറയുമ്പോ അത് ചതിയുടെയും വഞ്ചനയുടെയും ലോകത്ത് ചെന്നാണ് അവസാനിക്കാറുള്ളത് എന്ന് പറയുമ്പോ അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാതെ ഹൃദയമങ്ങോ അടഞ്ഞു പോകുന്ന പുതിയ തലമുറയോട് ഇതാ ഈ പറയുന്ന ഹദീസുകളിലൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിന്റെ വഹയി പ്രകാരം ആകാശത്തിന്റെ മേലാപ്പിൽ നിന്ന് ദിവ്യബോധനം ലഭിച്ചതിനെ തുടർന്ന് മനുഷ്യലോകത്തിന്റെ മുമ്പാകെ വിളിച്ചു പറഞ്ഞിട്ടുള്ള സത്യങ്ങളെ ഞാനും നിങ്ങളുമൊക്കെ പുറങ്കാലുകൊണ്ട് പുറകിലേക്ക് തള്ളിമാറ്റുമ്പോ പ്രിയപ്പെട്ടവരെ, അവിടെയൊക്കെയാണ് ഈ പ്രമാണങ്ങൾക്കുള്ള വില നമുക്ക് മനസ്സിലാകുന്നത്. എല്ലാവർക്കും അറിയുന്ന ഒരു ഹദീസ് ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സ്ത്രീയുടെ കല്യാണം നടക്കുന്നത്, ഒരു പെൺകുട്ടിയുടെ വിവാഹം നടക്കുന്നത് തുൻകഹുൽ മർഅതു ലിഅർബ, 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ലിമാലിഹ വലിഹസബിഹ വലിജമാലിഹ വലിദീനിഹ, ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടി ലോകത്ത് വിവാഹങ്ങൾ നടക്കാറുണ്ട്. ചില ആളുകൾ ശരീരത്തിന്റെ അംഗലാവണ്യങ്ങളുടെ ഭംഗിയെക്കുറിച്ച് ആലോചന നടത്തി മാത്രമാണ് വിവാഹം കഴിക്കുന്നത്. ഒരു സ്ത്രീയുടെ ഭംഗി, ഒരു പെൺകുട്ടിയുടെ ഭംഗി, അത് മാത്രം ലാക്കാക്കിക്കൊണ്ട് കല്യാണങ്ങൾ നടക്കാറുണ്ട്. സാമ്പത്തികമായ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് അത് കിട്ടാനുണ്ട്, ഇത്ര നേടാനുണ്ട് എന്ന നിലക്ക് അങ്ങനെയും ചില ആളുകൾ അവളുടെ സമ്പത്തിനെ കുറിച്ചുള്ള ആലോചനയിൽ വിവാഹം നടക്കാറുണ്ട്. ചില ആളുകൾക്ക് ഇന്ന തറവാട്ടിൽ പിറന്നവളാണ്, വലിയ അറിയപ്പെട്ട കുടുംബത്തിൽ പിറന്നവളാണ് എന്ന നിലക്ക് കുടുംബത്തിന്റെയും തറവാടിന്റെയും പോരിശ പറഞ്ഞ് മഹിമ പറഞ്ഞ് അതിനുവേണ്ടി ചില കല്യാണങ്ങൾ നടക്കാറുണ്ട്. വലിദീനിഹ, മതബോധം അത് കാര്യമായി നിശ്ചയിച്ചുകൊണ്ട് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിലൂടെ നല്ല ഒരു മർഅത്തുൻ സ്വാലിഹ, ഒരു നല്ല സ്ത്രീയെ കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന വിവാഹങ്ങളുമുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ദീനിനെ സെലക്ട് ചെയ്യണം. ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടി ലോകത്തിന്റെ വ്യത്യസ്തമായ കോർണറുകളിൽ കല്യാണങ്ങൾ നടക്കുമ്പോ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്നെ കേൾക്കുന്ന ജ്യേഷ്ഠത്തിമാരെ, സോദരിമാരെ, എന്റെ പെങ്ങന്മാരെ, നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. നമ്മുടെ അനുജത്തിക്ക് വേണ്ടി, നമ്മുടെ മോക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ഒരു കല്യാണം വരുമ്പോ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്?
അവിടെയുള്ള കല്യാണം എങ്ങനെയായിരുന്നു? എന്റെ മുത്താപ്പാന്റെ വീട്ടിൽ, എളാപ്പയുടെ വീട്ടിൽ, ഉമ്മയുടെ അനുജത്തിയുടെ വീട്ടിൽ, ജേട്ടത്തിയുടെ വീട്ടിൽ, കുടുംബ വീട്ടിൽ, ബന്ധു വീട്ടിൽ, അയൽപ്പക്ക വീട്ടിൽ നടന്ന കല്യാണങ്ങളെ താരതമ്യം ചെയ്യുകയല്ല ഒരു മുസ്ലിമത്തായ ഒരു സ്ത്രീ ചെയ്യേണ്ടത്, ഒരു മുസ്ലിമായ ഒരാൾ ചെയ്യേണ്ടത്. മറിച്ച് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് എങ്ങനെയായിരിക്കണം എന്റെ മോളുടെ വിവാഹം, എന്റെ അനുജത്തിയുടെ വിവാഹം, എന്റെ മുസ്ലിമത്തായ ഒരു കൂട്ടുകാരിയുടെ വിവാഹം എന്നത് ലോകരക്ഷിതാവായ റബ്ബ് എങ്ങനെ പഠിപ്പിച്ചോ ആ രൂപത്തിൽ പോവാനാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കേണ്ടത്. ഈ ഹദീസിന്റെ അവസാന വാക്ക് എന്താണ്? നിങ്ങൾ ദീനിന് മുൻഗണന നൽകുക, അതിന് പ്രാധാന്യം നൽകുക, അതിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവസാനിപ്പിക്കുമ്പോ പറഞ്ഞു, തരിബത്ത് യദാക്, നിന്റെ കൈ മണ്ണിൽ വെക്കേണ്ടി വന്നാലും, നിന്റെ കൈകൾ മണ്ണ് പുരളേണ്ടി വന്നാലും, കൂലിപ്പണിയെടുത്ത് അധ്വാനിക്കേണ്ടി വന്നാലും, അങ്ങനെ നീ നിന്റെ ഭാര്യയെ പൊറ്റേണ്ടി വന്നാലും, അങ്ങനെ കുടുംബജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടി വന്നാലും, ചെളി പുരളേണ്ടി വന്നാലും, കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും സഹിക്കേണ്ടി വന്നാലും, നീ ദീനിനാണ് മുൻഗണന നൽകേണ്ടത്, ദീനിനെയാണ് നീ സെലക്ട് ചെയ്യേണ്ടത്. പ്രേമമെന്ന് പറയുന്ന കഥ എടുക്കുമ്പോ പ്രിയപ്പെട്ടവരെ, അവിടെ ദീനിന് പരിഗണനയില്ല, മതബോധത്തിന് പരിഗണനയില്ല. അവിടെ മതത്തിന്റെ മേലാപ്പിനെ കുറിച്ചുള്ള അതല്ലെങ്കിൽ മതത്തിന്റെ ആചാരങ്ങളെ കുറിച്ചുള്ള ചർച്ചയില്ല. ഇല്ല, അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അവിടെ മനസ്സിന്റെ ഇഷ്ടത്തിനാണ്, ചതിയും വഞ്ചനയും കാത്തിരിക്കുന്ന, കടികക്കണ്ണുകളുമായി കാത്തിരിക്കുന്ന, നീരാളി കൈകളുമായി കാത്തിരിക്കുന്ന ഒരു വൈകാരികതയുടെ ലോകത്താണ് ഈ പ്രേമ സാഫല്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്, അതല്ലെങ്കിൽ അത് സാക്ഷാത്കരിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ദീന് കൃത്യമായി നമ്മളോട് പറഞ്ഞത്, നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, സ്വീകരിക്കേണ്ടത് ദീനാണ് എന്ന്. മറ്റൊരു വചനത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇദാ ഖതബ ഇലൈക്കും, നിങ്ങളിലേക്കൊരു വിവാഹാന്വേഷണം കടന്നു വരികയാണ്, നമ്മുടെ മൊക്ക് ഒരു വിവാഹാന്വേഷണം വരികയാണ്, നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്ക് ഒരു വിവാഹാന്വേഷണം വരികയാണ് എന്നിട്ട് പറയുന്നു, മൻ തർലൗന ദീനഹു വഖുലുഖഹു, അവിടെ പ്രിയപ്പെട്ടവരെ നമുക്ക് തൃപ്തി തോന്നുന്ന ദീനുള്ള, സ്വഭാവമുള്ള, നല്ല പെരുമാറ്റമുള്ള, മര്യാദയുള്ള, കൾച്ചറുള്ള, സഖാഫത്തുള്ള, നല്ല ആ മര്യാദയുള്ള ഒരാളുടെ വിവാഹാന്വേഷണം വന്നാൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? രക്ഷിതാക്കളോടാണ് പറയുന്നത്. ഇവിടുത്തെ കോളേജിലെ കുട്ടികൾ മാത്രമല്ല ഇത് കേൾക്കുന്നത്, അവരുടെ മാതാപിതാക്കൾ ഇത് കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ നാളെ ഈ റെക്കോർഡിംഗ് ഓൺലൈനിലേക്ക് പോവുകയാണെങ്കിൽ ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് ഇത് കേൾക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഫസവ്വിജൂഹു, നിങ്ങൾ അവന്, നിങ്ങളുടെ മകളെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുക. നിങ്ങളിലേക്ക് വന്ന നിങ്ങളുടെ മോന് നിങ്ങൾ കണ്ടെത്തേണ്ടത് നല്ല സ്വഭാവമുള്ള, മര്യാദയുള്ള ഒരു പെൺകുട്ടിയെയാണ്. നിങ്ങളുടെ മോക്ക് നല്ല മര്യാദയുള്ള, സ്വഭാവമുള്ള, ദീനീബോധമുള്ള, ദീനിച്ചിത്തയുള്ള, പ്രിയപ്പെട്ടവരെ, ഒരു മണവാളനെയാണ്, ഒരു മരുമകനെയാണ് ഞാൻ നിങ്ങളും സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ വാചകങ്ങളുടെ അവസാനം പറയുന്നു, ഇല്ലാ തഫ്അലു തകുൻ ഫിത്ന, എവിടെ? ഫിത്നതുൻ ഫിൽ അർള്, ഇത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ, ദീനീബോധമുള്ള ഒരാൾ നിങ്ങളുടെ മോക്ക് അന്വേഷണം നടത്തിയിട്ട് നിങ്ങൾ ആ വിവാഹം നടത്തി കൊടുക്കുന്നില്ലെങ്കിൽ, പടച്ചവനെ ഭയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ മോക്ക് ഒരു വിവാഹാന്വേഷണം നടത്തിയിട്ട് നിങ്ങളത് നടത്തി കൊടുക്കുന്നില്ലെങ്കിൽ ഭൂമിയിൽ ഫിത്നയുണ്ടാകും. ഫസാദുൻ അരീള്, വ്യക്തമായ പ്രകടമായ ഫസാദുകൾ അതിലൂടെ പ്രിയപ്പെട്ടവരെ പ്രത്യക്ഷപ്പെടുമെന്നതാണ് എനിക്കും നിങ്ങൾക്കും പ്രമാണത്തിൽ നിന്ന് വായിക്കാൻ പറ്റുന്നത് എന്നതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതിന്റെ ചുരുക്കം. അതുകൊണ്ട് പ്രാധാന്യം കൊടുക്കേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി കാണേണ്ടത് ദീനാണ്. അത് ഇല്ല എന്നതാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ കാതൽ, അതിന്റെ ബേസ് അതാണ്. പ്രേമം എന്ന് പറയുന്ന ഈ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തതിൽ ഇതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ സ്വഭാവം പ്രശ്നമില്ല. ഉമ്മ പറയാണ് മോളോട്, നിനക്കവനെ കുറിച്ച് അറിയോ? വാപ്പ പറയാണ്, ചേർത്തു പിടിച്ച് ഒരു മെഴുകുതിരി പോലെ ഉരുകിത്തീർന്ന് നിനക്ക് 18 വയസ്സാകുന്നത് വരെ നിന്നെ ഏറെ സ്നേഹിച്ച് നിനക്ക് വേണ്ടി അധ്വാനിച്ച് രാപ്പകൽ ഭേദമന്യേ നിനക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത, പ്രവാസ ലോകത്ത് 10-15 വർഷം അധ്വാനിച്ചത് നിനക്ക് വേണ്ടിയാണ്, ഈ മക്കൾക്ക് വേണ്ടിയാണ്. എന്നിട്ട് ആ വാപ്പ ചേർത്തു പിടിച്ചു പറയുകയാണ്, മോളെ അത് നമുക്ക് വേണ്ട, കാരണം അവനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. ആ അന്വേഷണത്തിൽ ഒരുപാട് ഭീകരതയാണ് കേൾക്കുന്നത്, അപകടമാണ് കേൾക്കുന്നത്. അവന് മയക്കുമരുന്നുമായി ബന്ധമുണ്ട്, അവന് കഞ്ചാവുമായി ബന്ധമുണ്ട്, അവന് MDMA-കാരുമായിട്ടാണ് ബന്ധം, അവന്റെ കൂട്ടുകെട്ടെല്ലാം വൃത്തികെട്ടവരാണ്, അവന്റെ സുഹൃത്തുക്കളെല്ലാം തിന്മയുടെ വൃത്തത്തിനുള്ളിൽ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് മോളെ വേണ്ട മോളെ എന്ന് പറയുമ്പോ ബാപ്പയുടെ വർത്തമാനം കേൾക്കുന്നേയില്ല, ഉമ്മയുടെ ഉപദേശം കേൾക്കുന്നേയില്ല.
അതെല്ലാം ഇതിലൂടെ കേട്ട് അതങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. വാരിയെല്ലുകൾ കൊണ്ട് പ്രത്യേകമായ രൂപത്തിൽ കോർത്തിണക്കിയ രൂപത്തിൽ മറച്ചു പിടിച്ചിരിക്കുന്ന കൽബിനുള്ളിലേക്ക് ഇല്ല പ്രിയപ്പെട്ടവരെ, അത് കയറിപ്പോകുന്നില്ല. അതുകൊണ്ടാണ് ഹൃദയത്തിനുള്ളിലേക്ക് ആ സമയത്ത് സ്വഭാവം ഒരു ചർച്ചാ വിഷയമാകുന്നില്ല. അവന്റെ ദുസ്വഭാവങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ അതൊക്കെ വെറുതെ പറയുകയാണ്, അതൊക്കെ ഇത് നടക്കാതിരിക്കാൻ വേണ്ടി ആളുകൾ ഉണ്ടാക്കി പറയുന്നതാണ്, ഞങ്ങളെ വേർതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. നിങ്ങൾ എന്ത് വർത്തമാനങ്ങൾ പറഞ്ഞാലും ഇല്ല, ഈ ചെങ്ങലക്കെട്ടുകൾ, ഈ കണ്ണികൾ വിളക്കിച്ചേർത്തതുപോലെ കോർത്തിണക്കിയ ഈ ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് ഞങ്ങൾ അകറ്റി മാറ്റാൻ കഴിയില്ല എന്ന് പിശാച് അവരെ കൊണ്ട് പറയിപ്പിക്കും. അതാണ് ഫിത്നയുടെ ലോകത്ത്. അതിലൂടെ ഒരുപാട് ഫിത്നകൾ പ്രിയപ്പെട്ടവരെ ലോകത്തുണ്ടാകും. ഞാൻ വിശദീകരണത്തിലേക്ക് കടന്നാൽ സമയമുണ്ടാവുകയില്ല. മറ്റൊന്ന് പ്രവാചകൻ പറഞ്ഞത് കുഫുവ് നോക്കണമെന്നതാണ്. അത് സാമ്പത്തിക ഭദ്രത മാത്രമല്ല, നല്ല സ്വഭാവവും മര്യാദയും ദീനീബോധവുമുള്ള, രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ വന്നാസുനിയാമൻ ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ 3 മണിക്ക് 4 മണിക്ക് എണീറ്റ് തഹജ്ജുദ് നമസ്കാരം നിർവഹിക്കുന്ന കുടുംബമാണ് പെൺകുട്ടിയുടെ കുടുംബം, അല്ലെങ്കിൽ ആൺകുട്ടിയുടെ കുടുംബം. എല്ലാ ദിവസവും ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവിടുത്തെ പുരുഷന്മാരെല്ലാം ചിട്ട പാലിക്കുന്നവരാണ്, സക്കാത്തിന്റെ വിഷയത്തിൽ കണിശത പാലിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. ഏകദൈവ വിശ്വാസം എന്ന് പറയുന്ന റബ്ബിന്റെ വഹദാനിയത്ത്, റബ്ബിനോടല്ലാതെ ഇല്ല. ജീവിതത്തിൽ ഒരു തവണ പോലും പ്രാർത്ഥനയുടെ ഇബാദത്തിന്റെ ഒരു മൈന്യൂട്ട് പോയിന്റ് പോലും ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുമ്പിലല്ലാതെ സമർപ്പിച്ചിട്ടില്ല എന്ന് തീർത്ത് വിശ്വസിക്കുന്ന ഒരു കുടുംബമാണ്. റബ്ബല്ലാതെ ഏതെങ്കിലും മഹത്തുക്കളുടെ മുന്നിലോ ഏതെങ്കിലും വലിയ ആ ഔലിയാക്കന്മാരുടെ മുമ്പിലോ അങ്ങനെ അറിയപ്പെടുന്നവരുടെ മുന്നിലോ ഏതെങ്കിലും മഖ്ബറകളുടെ മുന്നിലോ സുജൂദിലേർപ്പെടാതെ, സാഷ്ടാംഗത്തിലേർപ്പെടാതെ, കെട്ടിപ്പൊക്കിയ മഖ്ബറകൾക്ക് മുന്നിൽ പോയി തന്റെ കരങ്ങൾ അവിടെ വെച്ചുകൊണ്ട് ലോകരക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ കരയാത്ത കണ്ണുകൾ ആ കബറാളിയെ പേടിച്ചുകൊണ്ട്, അവനോട് സങ്കടം പറഞ്ഞുകൊണ്ട്, അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് സകലതും സമർപ്പിച്ചുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ധാരധാരയായി ഒഴുകുന്ന അന്ധവിശ്വാസത്തിന്റെയും ഷിർക്കിന്റെയും ഒക്കെ അകത്തലങ്ങളിൽ പെട്ടുപോയ, അങ്ങനെ ഒന്നും പിടികൂടാത്ത ഒരു കുടുംബം മറുഭാഗത്ത് നിൽക്കുന്നു. ഈ കുഫു വെക്കുക എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ഒരു കുഫുവ് മാത്രമല്ല, ദീനീ രംഗത്തുള്ള ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ, മര്യാദകളിൽ, സ്വഭാവങ്ങളിൽ, അതിന്റെ ആദാത്തുകളിലെല്ലാം പ്രിയപ്പെട്ടവരെ ഒരു കുഫു വെക്കാനുണ്ട്. അതെല്ലാം നമ്മൾ പറയുമ്പോ പ്രേമരംഗത്ത് അതൊന്നും ചർച്ചാ വിഷയമേ അല്ല, അതൊന്നും എനിക്ക് പ്രശ്നമില്ല എന്നായിരിക്കും ആണിന്റെ മറുപടി, പെണ്ണിന്റെ മറുപടി ഉണ്ടാവുക. അപ്പോ ഈ കുഫു വെക്കുക എന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും ഇവിടെ അത് ഇല്ലാതെയാവുകയാണ്. അടുത്തൊരു വിഷയത്തിലേക്ക് നിങ്ങൾ കടന്നു നോക്കൂ. അവിടെ മതബോധമെന്നതല്ല, മതമേ ഇല്ലാത്ത അവസ്ഥയാണ്. പ്രേമങ്ങളിൽ പെട്ടുപോകുന്ന, അഫെയറുകളിൽ പെട്ടുപോകുന്ന ആളുകളുടെ മുന്നിൽ മതബോധം എന്നതിന് പ്രസക്തിയില്ല, മതമേ പ്രശ്നമല്ല. ബഹുദൈവാരാധകനായ ഒരാൾ, ഒരുപക്ഷെ തൗഹീദുള്ള ഒരാളെ തിരിച്ചും മറിച്ചുമൊക്കെ സംഭവിക്കുന്നു, അവിടെ മതം പ്രശ്നമല്ല. ഇന്നലെ വരെ മുഖമക്കനയടിഞ്ഞ പെൺകുട്ടി ഏതോ ബിംബങ്ങൾക്ക് മുന്നിൽ ചെന്നു നിന്ന്, പ്രതിഷ്ഠകൾക്ക് മുന്നിൽ ചെന്നു നിന്ന്, അമ്പലാചാരങ്ങൾക്കടിസ്ഥാനത്തിൽ അവിടുത്തെ നേതൃത്വം നൽകുന്ന, അതിനെ ആ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ആളുകളുടെ നിർദ്ദേശത്തിനനുസരിച്ച് തട്ടം മാറ്റിവെക്കണമെങ്കിൽ മാറ്റിവെച്ച്, എല്ലാം മാറ്റിവെച്ചുകൊണ്ട്, വിശ്വാസങ്ങളെ മാറ്റിവെക്കുമ്പോൾ പിന്നെ തട്ടം പ്രശ്നമില്ലല്ലോ. തന്റെ വിശ്വാസരംഗങ്ങളെ സർവ്വതയും മാറ്റിവെച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക്, ഈ താൽക്കാലികമായ ഒരാസ്വാദനത്തിന് വേണ്ടി, നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി അല്ലേ പ്രിയപ്പെട്ടവരെ, എത്ര കാലം ജീവിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഈ വിവാഹം കഴിച്ച് ഇവന്റെ കൂടെ അവളുടെ കൂടെ 100 കൊല്ലം ജീവിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇല്ല. അതൊന്നൊരു നിരീശ്വരവാദിക്ക് പോലുമില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാത്രി അവസാനിക്കാം. എത്രയെത്ര കുടുംബങ്ങളിലേക്കാണ് വിവാഹത്തിന്റെ വാഹനങ്ങൾ കടന്നു പോകുമ്പോ പുതുമണവാട്ടിയായി പോകുന്ന പെൺകുട്ടി കടന്നു പോകുന്ന വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് ആ വിവാഹത്തിലെ ദുഃഖം തലകെട്ടി നിന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. പുതുമണവാളനായി ഈ വീട്ടിലേക്ക് വരുന്നവന് വീട്ടിലെത്തുന്നതിന് മുമ്പ് തളർന്നു വീണ കഥകൾ, അപകടങ്ങളിൽപ്പെട്ട് മരിച്ചവരുടെ കഥകൾ എത്രയെത്രയാണ് നമ്മൾ കേട്ടത്. ഒരു സെക്കൻഡിൽ ലോകത്ത് 3 പേർ മരിക്കുന്നു എന്ന വാർത്ത ഞാനും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഒരു സെക്കൻഡിൽ ലോകത്ത് 3 പേർ മരിക്കുന്നു. ശരിയല്ലേ? നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. നമ്മുടെയൊക്കെ മൊബൈലിൽ അത് കണ്ടെത്താനുള്ള സംവിധാനങ്ങളുണ്ട്, സോഫ്റ്റ്വെയർ സംവിധാനങ്ങളുണ്ട്. ഒരു സെക്കൻഡിലാണ് ലോകത്ത് 3 പേർ മരിച്ചു വീടുന്നത്. ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിന്റെ? ഒരു മിനിറ്റിൽ 60 സെക്കൻഡാണ്. അപ്പോഴേക്ക് 180 ആൾ ലോകത്തുനിന്ന് മരിച്ചു.
എന്റെ സംസാരം തുടങ്ങി 10 മിനിറ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ, അതിനേക്കാൾ അപ്പുറമായിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ് കണക്ക് കൂട്ടുകയാണെങ്കിൽ 1800 പേർ എന്റെ സംസാരം തുടങ്ങിയതിന് ശേഷം മരിച്ചു വീഴുന്നു ലോകത്ത്. 20 മിനിറ്റ് ഞാൻ സംസാരിക്കുമ്പോ 3600 പേർ ലോകത്തുനിന്ന് മരണപ്പെട്ടു കഴിഞ്ഞു. അതാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മരണവാർത്ത. എന്നിട്ട് എന്ത് സ്വപ്നങ്ങളാണ് ഞാനും നിങ്ങളും മുന്നിൽ കാണുന്നത്? എന്നും ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന്, ഈ ഭൂമിയുടെ പളപളപ്പ് കണ്ട്, ഇവിടുത്തെ നൈമിഷിക ആസ്വാദനങ്ങൾ കണ്ട്, ഇവിടുത്തെ സുഖസൗകര്യങ്ങളെ കണ്ട്, സ്വപ്നം കണ്ട് ഈ ഭൂമിയിൽ എന്നും ഉണ്ടാകുമെന്ന ഒരു മോഹം അറിഞ്ഞോ അറിയാതെയോ പൈശാചികമായ ചിന്തകൾ ഹൃദയത്തിനുള്ളിലേക്ക് കടന്നു വരുന്നു എന്നതാണ് മനുഷ്യനെ ഈ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാൻ പറയുന്ന അതിന്റെ 4ാമത്തെ ഒരു പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. മതബോധം എന്നതിന് പ്രസക്തിയില്ല, മതമേ വേണ്ട എന്ന രൂപത്തിലാണ് പ്രേമങ്ങളിൽ പെട്ടുപോകുന്ന, അഫെയറുകളിൽ പെട്ടുപോകുന്ന, ഈ ചാബല്യങ്ങളിൽ പെട്ടുപോകുന്ന ആളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ഒരു ആയത്തിന്റെ തുടക്കം വിട്ട് അതിന്റെ ഒരു മധ്യഭാഗത്ത് നോതുകയാണ്. സ്ത്രീകളാണ് എന്ന നിലക്ക് അല്ലാഹു തആല ഖുർആനിൽ പറയാ, വലാ തുൻകിഹുൽ മുശ്രികീന ഹത്താ യുഅ്മിനു, നിങ്ങൾ മുശ്രിക്കുകളായ മുഅ്മിനുകളല്ലാത്ത ആളുകളെ അവർ മുഅ്മിനുകളാകുന്നത് വരെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല. എന്നിട്ട് ഖുർആൻ പറയാ, വലഅബ്ദും മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രിക്, ഒരു മുശ്രിക്കായ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനേക്കാൾ നിങ്ങൾക്ക് നല്ലത് ഒരു അടിമയായ മനുഷ്യനാണ്. നിങ്ങൾ വിവാഹാന്വേഷണം നടത്തി ആര് പറഞ്ഞിട്ടും കേൾക്കാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി എന്റെ ഇഷ്ടത്തിന് എല്ലാവരും വഴങ്ങണമെന്ന് പറയുമ്പോ, അവന്റെ വിശ്വാസത്തെ പറഞ്ഞു തരുമ്പോ, അവന്റെ ജീവിത ശൈലിയെ പറഞ്ഞു തരുമ്പോ അതൊന്നും എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഒരു പെൺകുട്ടി ഈ സംസാരം ഇന്നല്ലെങ്കിൽ നാളെ കേൾക്കുമ്പോ ആലോചിക്കാനാണ് ഞാൻ പറയുന്നത്. നമ്മെ സൃഷ്ടിച്ച സംരക്ഷിക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവ് പറയാണ്, എന്ത്, നിനക്ക് അതിനേക്കാൾ നല്ലത് മുഅ്മിനായ ഒരാളെ തെരഞ്ഞെടുക്കാൻ നിനക്ക് കഴിയാതെ പോകുന്നുവെങ്കിൽ, എങ്ങനെ മുശ്രിക്കായ ഒരാളെയാണ് നിന്റെ ഇണയായി നീ സ്വീകരിക്കാൻ പോകുന്നതെങ്കിൽ, മുഅ്മിനായ ഒരു അടിമയാണ്, ഒരു സാധാരണക്കാരനാണ് നിനക്ക് നല്ലത് എന്ന് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ഖുർആൻ തുടർന്ന് പറയാ, വലൗ അഅജബക്കും, അവർ നിങ്ങളെ എത്ര അത്ഭുതപ്പെടുത്തിയാലും, അവന്റെ ഹൈറ്റും വെയിറ്റും, അവന്റെ വർത്തമാനങ്ങളും, അവന്റെ കഴിവുകളും, അവന്റെ പഠനരംഗത്തുള്ള കഴിവുകളും, അവന്റെ സാമ്പത്തികമായ ഭദ്രതകളും, അവന്റെ വ്യാപാര വ്യവസായ ബിസിനസ് രംഗങ്ങളിലെ ക്രയവിക്രയ രംഗങ്ങളിലെ അവന്റെ കഴിവുകളും ഒരുപക്ഷെ നിങ്ങൾ അത്ഭുതപ്പെടുത്തിയേക്കാം. അവന്റെ കൂടെ കൂടിയാൽ എനിക്ക് സൗകര്യമുള്ള ആ കൊട്ടാരം പോലെയുള്ള വീട്, നല്ല വാഹനങ്ങൾ, ഈ ഭൗതിക ലോകത്തെ ജീവിത സൗകര്യങ്ങൾ, അതൊക്കെ ഒരുപക്ഷെ പൈശാചികമായ ബോധനം കൊണ്ട് നിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ തുളുമ്പി, അത് നിന്റെ ഹൃദയത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നിന്റെ ചിന്തയിലേക്ക്, ആലോചനയിലേക്ക് ഇതിങ്ങനെ കയറി വരാൻ, അത്ഭുതപ്പെടുത്താൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ എത്ര അത്ഭുതപ്പെടുത്തിക്കളഞ്ഞാലും ഇല്ല, മുശ്രിക്കായ ഒരാളെ, ഈ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ഒരാളെ, ദൈവത്തെ നിഷേധിക്കുന്ന ഒരാളെ, ദീനീബോധമില്ലാത്ത ഒരാളെ നിനക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ലോകത്തിന്റെ രക്ഷിതാവ് കൃത്യമായി ഓർമ്മപ്പെടുത്തി തരികയാണ്. എന്നിട്ട് പറയുന്നു, ഉലൈക യദ്ഊന ഇലന്നാർ, അവർ നിങ്ങളെ ക്ഷണിക്കുന്നത് കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിലേക്കാണ്. ജഹീമെന്ന, ജഹന്നമെന്ന, ലളയെന്ന, ഹുത്തമയെന്ന, വൈലെന്ന, സഖറെന്ന, നാറെന്ന വ്യത്യസ്തമായ പേരിൽ പരിചയപ്പെടുത്തുന്ന അഗാധഗർത്തമുള്ള നരകാഗ്നിയിലേക്കാണ് അവർ നിങ്ങളെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നത്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, അവർ നിങ്ങളെ നരകത്തിന്റെ അഗ്നിയിലേക്ക് ക്ഷണിക്കുന്നുവെങ്കിൽ വല്ലാഹു യദ്ഉ ഇലൽ ജന്നഹ വൽ മഗ്ഫിറ, അല്ലാഹു നിങ്ങളെ വിളിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പ്രിയപ്പെട്ടവരെ തെറ്റുകുറ്റങ്ങളെ എടുത്തു പറഞ്ഞ് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്, നിങ്ങൾ ആ റബ്ബിനോട് പറഞ്ഞാൽ റബ്ബ് നിങ്ങൾക്ക് തരുന്ന ആ പുറത്തു തരുന്ന ആ സംവിധാനത്തിലേക്കാണ്, ആ ഇസ്തിഗ്ഫാറിലേക്ക് മടങ്ങാൻ, പ്രിയപ്പെട്ടവരെ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങാൻ, പശ്ചാത്തപിച്ചു മടങ്ങാൻ, പൊറുക്കലിനെ തേടാൻ തയ്യാറായി നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കരങ്ങൾ നീട്ടിയാൽ അത് പുറത്തു തരുന്നതിലേക്കാണ് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് നിങ്ങളെ ക്ഷണിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ ഞാൻ എന്താ ഈ 4ാമത്തെ കാര്യമായി നിങ്ങളുടെ മുമ്പാകെ വെച്ചത്? നമ്മൾ ചിന്തിക്കാനാണ്. ഇവിടെ മതബോധം എന്നതല്ല, എത്ര കണ്ട് മതബോധമുണ്ട്, എത്ര കണ്ട് ദീനി ചിട്ടയുണ്ട് എന്നതല്ല. ഈ പ്രേമം മനുഷ്യനെ കൊണ്ടെത്തിക്കുക. അവന് മതം പ്രശ്നമില്ല, അവന്റെ വിശ്വാസം പ്രശ്നമില്ല, മതമേ വേണ്ട എന്ന് വെക്കുന്നൊരവസ്ഥയിലേക്ക്. എന്നിട്ടോ കാതുകൊണ്ട് വ്യഭിചരിക്കുന്നു, കണ്ണുകൊണ്ട് വ്യഭിചരിക്കുന്നു, ഖൽബ് കൊണ്ട് വ്യഭിചരിക്കുന്നു, സ്പർശനങ്ങൾ ഉണ്ടെങ്കിൽ കൈ കൊണ്ട് വ്യഭിചരിക്കുന്നു,
ആ ഉദ്ദേശത്തിൽ നടക്കുമ്പോ കാലുകൊണ്ട് വ്യഭിചരിക്കുന്നു. ഞാൻ ആ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എത്രയെത്ര കുട്ടികളാണ് വീടിനുള്ളിൽ തന്റെ ബെഡ്റൂമിൽ വാതിൽ കുറ്റിയിട്ട് ജനലുകൾ കൊളുത്തിട്ട്, അല്ലേ പ്രിയപ്പെട്ടവരെ, പുതപ്പിനുള്ളിൽ കിടന്നുകൊണ്ട് വ്യഭിചാരത്തിന്റെ മായാലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ. എത്രയോ വർത്തമാനങ്ങൾ കേട്ട് കാമുകനുമായി ചാറ്റ് ചെയ്ത് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് സംസാരിച്ച് അവളിൽ വ്യഭിചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ രാത്രിയിൽ അവൾ മരണപ്പെട്ടാൽ അനുവദിക്കപ്പെട്ട ഒരാളോടാണ് സംസാരിച്ചത്? ആണോ? അനുവദിക്കപ്പെട്ട ഒരാളോടാണോ സംസാരിച്ചത്? അല്ല. അന്നു രാത്രിയിൽ മരണപ്പെട്ടാൽ എന്നെ കേൾക്കുന്ന വിദ്യാർത്ഥിനികളെ, എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, വിവാഹം കഴിച്ചവരിൽ പോലും ഇവിടുത്തെ സർവേ റിപ്പോർട്ടുകൾ പറയുന്നത് വിവാഹം കഴിഞ്ഞവരിൽ പോലും, അതുകൊണ്ട് 4ഉം 3ഉം വയസ്സുള്ള കുട്ടികളെ വിട്ടേച്ചുകൊണ്ട് പാതിരാത്രിയിൽ കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന കുടുംബിനികൾ, ഉമ്മമാരുടെ വാർത്തകൾ പത്രമാധ്യമങ്ങളിൽ നിറയുന്നത്, ചാനലുകളിൽ വരുന്നത്. 16ഉം 12ഉം വയസ്സുള്ള കുട്ടികളുടെ അമ്മമാർ തന്റെ ഭർത്താവിനെ ചതിച്ചുകൊണ്ട് ഏതോ ഇന്നലെ കേട്ട വർത്തമാനങ്ങളുടെ ഇക്കിളിപ്പെടുത്തുന്ന വർത്തമാനങ്ങളുടെ പിറകെ പോയി തന്റെ മക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് താൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കിണറിലേക്ക് എറിഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞ് കാമുകന്റെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്തതാണ് പ്രിയപ്പെട്ടവര്. എത്ര വാർത്തകളാണ് അങ്ങനെ കേട്ടിട്ടുള്ളത്. കാല് പിടിച്ച് 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ എടുത്ത് ഒരു ചുമരിലടിച്ച് കൊന്നുകളഞ്ഞിട്ട് തന്റെ കാമുകിക്ക് വേണ്ടി ഈ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസത്തിന്റെ മേഖലയിൽ ജീവിക്കുന്നവർ, അവരൊരു പൈശാചികമായ ലോകത്ത് ജീവിക്കാൻ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നതിന്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത്. ഹൃദയങ്ങളിൽ നിന്ന് ദീനീബോധവും വിശ്വാസവും നാളെ വരാനിരിക്കുന്ന പരലോകവും ചെന്ന് കിടക്കാനുള്ള 6 അടി മണ്ണും ഈ 12 ബെഡ്റൂം വിട്ട് 14 ബെഡ്റൂമുകൾ വിട്ട് ശീതീകരിച്ച ബെഡ്റൂമുകൾ വിട്ട് ആരാരുമില്ലാത്ത 6 അടി മണ്ണാകുന്ന ഖബറിന്റെ ഇരുട്ടറയിൽ ചെന്ന് കിടക്കണമെന്ന ബോധമില്ലാതെ പ്രിയപ്പെട്ടവരെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യലോകം. അവിടെയാണ് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ ഗൗരവപൂർവം പറയുന്നത്. 5ാമത്തെ കാര്യം പറയട്ടെ. വ്യഭിചാരം എന്നത് അവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ഫിസിക്കലി തന്റെ ശാരീരികമായ വ്യഭിചാരത്തിനപ്പുറം അത് നടക്കുന്നു ധാരാളമായി. അതിനപ്പുറം കാതുകൊണ്ടും കണ്ണുകൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടും കൽബുകൊണ്ടും ഒക്കെയുള്ള വ്യഭിചാരങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇക്കിളിപ്പെടുത്തുന്ന വർത്തമാനങ്ങളും മെസ്സേജുകളും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യയെ സംശയം. എന്തുകൊണ്ട്? സംശയമുണ്ടാക്കുന്ന ഒരുപാട് മേഖലകളെ, അതൊരു അസുഖമാണെങ്കിൽ അത് അപകടമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാനോ ഉണ്ടാക്കി കൊടുക്കുവാനോ പാടില്ല. മാത്രമല്ല, ഇനി പ്രേമത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നെന്താണ് പ്രിയപ്പെട്ടവരെ? അവിടെ വ്യഭിചാരം നടന്നിട്ടാണ്. ഒരുപക്ഷെ ഇനി നിക്കാഹ് നടക്കുകയാണെങ്കിൽ തന്നെ കാതുകൊണ്ടെങ്കിലും അതേ നാവുകൊണ്ടെങ്കിലും കൽബുകൊണ്ടെങ്കിലുമുള്ള വ്യഭിചാരങ്ങൾ നടന്നതിന് ശേഷമാണ് ഇനി വാപ്പ കൈ പിടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ തന്നെ ആ വിവാഹം നടക്കുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറയുന്ന വാക്കുണ്ട്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രിക. ഖുർആനിന്റെ പ്രയോഗമാണ്. ഒരു വ്യഭിചാരിണിയായ അതല്ലെങ്കിൽ മുശ്രിക്കത്തായ ഒരാളെയായിരിക്കും അവന് ഇണയായി കിട്ടുക. തിരിച്ചും ഖുർആൻ പറഞ്ഞു, വസ്സാനിയതു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക്. തിരിച്ചും അങ്ങനെയാണ്. എന്റെ ഈ ശരീരം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആരാരും കാണാനില്ല, ആരാരും കേൾക്കാനില്ലെങ്കിലും ഏത് കൂരിരുട്ടിന്റെ പാതിരാത്രി അന്ത്യാമങ്ങളിലാണെങ്കിലും പ്രിയപ്പെട്ടവരെ, എന്റെ റബ്ബ് എന്നെ കാണുന്നു എന്ന ബോധം എന്റെ ഹൃദയത്തിൽ നിന്ന് ഊരിപ്പോയാൽ പിന്നെ അവിടെ എനിക്ക് റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയില്ല. അപ്പൊ ഞാൻ ഒരു മായാലോകത്തായിരിക്കും. അങ്ങനെ ഏത് പാതിരാത്രിയിലാവട്ടെ, ആരാരുമില്ലാത്ത സന്ദർഭങ്ങളിലാവട്ടെ, യാത്രയിലാവട്ടെ, വിദേശ രാജ്യങ്ങളിലാവട്ടെ, എവിടെയാകട്ടെ, ലോകത്തിന്റെ രക്ഷിതാവ് എന്നെ കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഖൽബിന്റെ ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും കൺട്രോൾ ചെയ്യുന്നത് അവനാണ്. നാടിന്റെ ഏതോ കോർണറിൽ കിടക്കുന്ന ചെറിയ ഇലയുള്ള വലിയ മരത്തിലെ ഒരു വലിയ കൊമ്പിലെ ചെറിയ ശാഖയിലെ ഒരു ചെറിയ ഇലയിൽ നിന്ന് ഒരു കൊച്ചു ഇല കാറ്റത്ത് പറന്നു പോകുന്നത് പോലും ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിന്റെ അനുവാദ പ്രകാരമാണ് എന്ന് ബോധ്യമുള്ളവരാണ് നമ്മളെങ്കിൽ നാം കാട്ടിക്കൂട്ടുന്നത് അള്ളാഹു അറിയാതെ പോകുമെന്ന് വിചാരിക്കുന്നത് മൂഢമായ വിശ്വാസമാണ് എന്ന് പറയാൻ, തെറ്റായ വിശ്വാസമാണ് എന്ന് പറയാൻ ഞാനിത് പറയാതെ തന്നെ നമ്മുടെ മനസ്സ് സമ്മതിക്കുന്ന ഒന്നാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വ്യഭിചാരത്തിന്റെ ലോകം അത് വിശാലമായ ലോകമാണ്.
അവിടെ വിശദീകരണങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. അപ്പൊ നാം തോന്നിവാസിയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇണയും ആ അർത്ഥത്തിൽ റബ്ബ് പരീക്ഷിക്കുമെന്നതാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ശുദ്ധിയുള്ളവളാണ്, ഞാൻ എന്റെ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവളാണ്, റബ്ബിനെ ഭയപ്പെടുന്നവളാണ്, അള്ളാഹുവിനെ ഓർത്ത് കരയുന്നവളാണ്. കരങ്ങൾ ആകാശത്തിന്റെ മേലാപ്പിലേക്ക് ഉയർത്തി ലോകരക്ഷിതാവായ റബ്ബിനോട് ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ കണ്ണീരൊഴിക്കുന്നവളാണ് ഞാൻ. അതുകൊണ്ട് റബ്ബേ, എന്റെ ജീവിതത്തിൽ നീ ഖൈർ നൽകണേ അല്ലാ, നന്മ നൽകണേ അല്ലാ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടവരാണ്. പരിശുദ്ധ ഖുർആനിൽ 24-ാം അധ്യായം സൂറത്ത് അന്നൂറിലെ 3-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ആക്കേൽപ്പിച്ചിട്ടുള്ളത്. അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രികതൻ എന്ന് പറഞ്ഞില്ലേ, ഔ മുശ്രിക എന്ന് പറഞ്ഞില്ലേ. ഈ ആയത്ത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അന്നൂറിലെ 3-ാമത്തെ ആയത്താണ്. ഇനി അതിന്റെ 26-ാമത്തെ ആയത്തിലേക്ക് എത്തുമ്പോൾ അല്ലാഹു തആല പറയുന്നത് അൽ ഖബീസാതു ലിൽ ഖബീസീൻ. നോക്കൂ, നല്ല പ്രയോഗങ്ങളാണ്. ചിന്താശക്തിയുള്ളവർക്ക് ഏറെ ആലോചിക്കുവാനും ചിന്തിക്കുവാനും വകുപ്പുള്ള വാചകങ്ങളാണ് അല്ലാഹു പറയുന്നത്. വൽ ഖബീസൂന ലിൽ ഖബീസാത്ത് വത്തയ്യിബാതു ലിത്തയ്യിബീൻ വത്തയ്യിബൂന ലിത്തയ്യിബാത്ത്. എന്താണ് പറഞ്ഞത്? നല്ലവർക്ക് നല്ല ഇണകളെ. ഒരു നല്ല സ്ത്രീ ആലോചിക്കേണ്ടത് എനിക്ക് റബ്ബ് നല്ല ഒരാളെ തരികയുള്ളൂ. ഒരു നല്ല മനുഷ്യൻ ആലോചിക്കേണ്ടത് ഞാൻ ചുടിഞ്ഞ അന്വേഷണത്തിനൊന്നും പോവേണ്ട ആവശ്യമില്ല. ഞാനൊരു പെണ്ണ് കണ്ടു, ഞാൻ പ്രാഥമികമായ അന്വേഷണങ്ങൾ നടത്തി, അലല്ലാഹ് റബ്ബിൽ തവക്കുൽ ചെയ്യുകയാണ്, ഞാൻ ശുദ്ധിയുള്ളവനാണ്, ഞാൻ നല്ലവനാണ്, എനിക്ക് റബ്ബ് നല്ലവളെ തരികയുള്ളൂ, ഞാൻ ഒരു നല്ല സ്ത്രീയാണ്, അതുകൊണ്ട് റബ്ബ് എനിക്കൊരു നല്ല മനുഷ്യനെ തരികയുള്ളൂ. ഈ നിലക്ക് നമ്മുടെ വിശ്വാസത്തെ അടിയുറപ്പിക്കാനാണ് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ഈ അർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അന്നൂറിലെ 24-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനത്തിലും പോരാ അതിന്റെ 26-ാമത്തെ ആയത്തിലുമൊക്കെ അല്ലാഹു തആല ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് എന്നതാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് ഈ പറഞ്ഞ പ്രേമത്തിലും ഈ പറയുന്ന ഇഷ്ടവിവാഹങ്ങളിലുമൊക്കെ ഉണ്ടാകുമോ? അവിടെ നല്ലത് ചീത്ത എന്ന ചർച്ച ഉണ്ടാകുമോ? ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഞാൻ കോടതിയിലെ ഒരു വാപ്പയുടെ വിളി ഇന്നും ഇങ്ങനെ ഓർക്കുകയാണ്. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാകും. വർഷങ്ങൾക്ക് മുമ്പ് 18 വയസ്സ് തികഞ്ഞ ഒരു പെൺകുട്ടി കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ച് കോടതിയുടെ വരാന്തയിൽ വന്നു നിൽക്കുമ്പോൾ ഉമ്മയും ബാപ്പയും വന്ന് ജഡ്ജിയോട് നൊന്ത് പ്രസവിച്ച ഉമ്മ പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ച് അതേ 2 വർഷം അമ്മിഞ്ഞപ്പാല് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് നൽകി. ആ അമ്മിഞ്ഞപ്പാല് നൽകാനില്ല എന്ന് കണ്ടപ്പോ ഡോക്ടറെ പോയി കണ്ട് പ്രിസ്ക്രിപ്ഷൻ കുറിച്ചു വാങ്ങി മെഡിക്കൽ ഷോപ്പിലേക്ക് ആളവിട്ട് അതിന് പറ്റാവുന്ന ചില പൊടികളും മരുന്നുകളും വാങ്ങിക്കൊണ്ടുവന്ന് പാലിൽ ചേർത്ത് കുടിക്കാൻ ആവശ്യപ്പെട്ടപ്പോ കുടിച്ച് തന്റെ നെഞ്ചിടത്തിൽ പാലുണ്ടാക്കിയ ഉമ്മ ആ മകനെ ആ മകളെ ചേർത്ത് പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ഒരു വൈദ്യുതി തരംഗം പോലെ, അതെ അങ്ങനെയാണ് സാഹിത്യകാരന്മാർ പ്രയോഗിച്ചിട്ടുള്ളത്, ഒരു വൈദ്യുതി തരംഗം പോലെ, ഒരു ബട്ടണമർത്തിയാൽ ലൈറ്റ് കത്തുന്നത് പോലെ ഒരു കുഞ്ഞ് ആദ്യമായി അമ്മയുടെ അമ്മിഞ്ഞ പാൽ അവന്റെ ചുണ്ടുകളിൽ തട്ടുമ്പോ ഒരു വൈദ്യുതി തരംഗം പോലെ ഒരു പ്രത്യേകമായ ത്രസിപ്പിക്കുന്ന അനുഭവം ആ കുഞ്ഞിനുണ്ടാകുമെന്ന് പറയുന്നു. ആ അമ്മയുടെ വയറ്റിൽ നിന്ന് ആ കുഞ്ഞ് പോന്നതിന്റെ അടയാളം ഒരു സർജറിക്കും മാറ്റിവെക്കാനാവാത്ത വിധത്തിൽ ലോകത്തിന്റെ രക്ഷിതാവ് പൊക്കിൽ എന്ന നിലക്ക് ആ കുഞ്ഞിന്റെ ആ മനുഷ്യന്റെ ശരീരത്തിൽ മുദ്ര ചെയ്തിരിക്കുന്നു എന്ന് ലോകം വിളിച്ചു പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കുക, ആ ലോകത്തിന്റെ രക്ഷിതാവ് അനുഗ്രഹമായി അതല്ലെങ്കിൽ പരീക്ഷണമായി നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അവരെ വേദനിപ്പിച്ച് അവരെ കണ്ണീരിലായിറ്റി അവരെ കണ്ണീര് കുടിപ്പിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മെഴുകുതിരി പോലെ പ്രിയപ്പെട്ടവരെ ഉലുകിത്തീരുന്ന വാപ്പ കരഞ്ഞിട്ടുണ്ട്. ആ വാപ്പ കരയുമ്പോ മക്കളുടെ മുന്നിൽ കരയാറില്ല. ഞാനും കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്റെ മക്കളുടെ മുന്നിൽ എന്റെ ആ കർച്ചീഫ് കൊണ്ട് കണ്ണു തുടക്കാറില്ല. അവര് കാണാതെ സൈഡിലേക്ക് മാറി നിന്ന് വേദനിക്കാറുണ്ട്. പലതും ആലോചിച്ചിട്ടാവാം, പലതും ചിന്തിച്ചിട്ടാവാം. പക്ഷെ നമ്മൾ ആലോചിക്കുക, ഒരു വാപ്പ വേദനിക്കാറുണ്ട്. മക്കളുടെ വിഷയത്തിലല്ല ഞാൻ വേദനിച്ചത്, പലതും ആലോചിച്ച് വേദനിച്ചിട്ടുണ്ടാവാം. മക്കളുടെ വിഷയത്തിൽ ഒരു പിതാവ് കരഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു മാതാവ് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോടതിയിലേക്ക് തിരിച്ചു വരൂ നിങ്ങൾ. ആ കോടതി മുറ്റത്തതാ വാപ്പ വന്ന് നിൽക്കുന്നു, ഉമ്മ വന്ന് നിൽക്കുന്നു. എന്തിനാ? 18 കൊല്ലം പോറ്റി വളർത്തിയ മോളെ കാമുകന്റെ കയ്യിൽ നിന്ന് അടർത്തി മാറ്റി. ഇല്ല, നിയമം അനുവദിക്കുന്നില്ല. അടർത്തി മാറ്റാൻ നിയമം അനുവദിക്കുന്നില്ല. പിടിച്ചു കൊണ്ടുപോകാൻ നിയമം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് റിക്വസ്റ്റ് ചെയ്യാൻ വിറക്കുന്ന കൈകളുമായി
കോടതിയിൽ കയറി നിന്ന് ഉമ്മ പറയുന്നു, വാപ്പ പറയുന്നു ആ ജഡ്ജിയോട്, എന്റെ മോളെ, ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് വിട്ടു തരണം, ഇവൻ മോശമാണ്, അവന്റെ കൂടെ പറഞ്ഞയക്കരുത് എന്ന്. കോടതി പറയുന്നു, അവള് പറയണം, പ്രായപൂർത്തിയായവളാണ് അവൾ. ഉപ്പ അപേക്ഷിക്കുന്ന മോളോട്, മോളെ, നിന്നെ എത്ര കണ്ട് സ്നേഹിച്ചിട്ടാണ് ഞാൻ വളർത്തിയത്. ഇല്ല, എന്തൊക്കെ പറഞ്ഞിട്ടും അവസാനം കോടതിയിലിരിക്കുന്ന ജഡ്ജിയുടെ കണ്ണു നിറഞ്ഞു. ആ ജഡ്ജി പറഞ്ഞു, മോളെ, 15 ദിവസം നീ മാതാപിതാക്കളുടെ കൂടെ പോ, എന്നിട്ട് നിന്റെ മനസ്സ് മാറുന്നില്ലെങ്കിൽ ഇതാ കോടതി നിനക്ക് ഉറപ്പ് തരുന്നു, അവന്റെ കൂടെ ഞങ്ങൾ വിവാഹം നടത്തിത്തരാം, കോടതിയുടെ നേതൃത്വത്തിൽ നടത്തിത്തരാം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ സമാധാനിപ്പിച്ചപ്പോ, എന്നിട്ട് കോടതി ചോദിച്ചു, അല്ലേ, തീരുമാനമായില്ലേ, മാതാപിതാക്കളുടെ കൂടെ പോവുകയല്ലേ എന്ന് ചോദിച്ചപ്പോ കാമുകനെ ചൂണ്ടിക്കാണിച്ച് അവന്റെ കൂടെ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോ കോടതിക്കൊന്നും ഇനി പറയാനില്ല. കാമുകന്റെ കൈപിടിച്ച് കോടതിയിൽ നിന്ന് നൊന്ത് പ്രസവിച്ച ഉമ്മയെ തിരിഞ്ഞു നോക്കാതെ, കഷ്ടപ്പെട്ടു വളർത്തിയ വാപ്പയെ തിരിഞ്ഞു നോക്കാതെ ആ കോടതിയുടെ സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോ ആ വാപ്പ വിളിച്ചൊരു വിളി, ഒരു അശരീരി പോലെ, ഒരു പ്രത്യേകമായ എക്കോയിട്ട ശബ്ദം പോലെ ഇന്നും നമ്മുടെ കാതുകളിലുണ്ട്. റാഹില എന്ന വാപ്പ ഉറക്കെ അറിയാതെ വിളിച്ചു പോകുന്നുണ്ട്. ആ വാപ്പയെ ചേർത്ത് പിടിച്ച് ബന്ധുമിത്രാദികൾ കാറിലേക്ക് പതുക്കെ കൊണ്ട് ചെന്നിരുത്തുന്ന ഒരു രംഗം ഞാൻ ഓർത്തു പോവുകയാണ്. ഇന്ന് എന്തായിരിക്കും ആ മോളുടെ അവസ്ഥ? ഫേസ്ബുക്കിൽ ഒരു പെൺകുട്ടി കുറിച്ചിട്ട വരികളുണ്ട്. എന്താ വരിയിലുള്ളത് എന്നറിയുമോ നിങ്ങൾക്ക്? ഞാൻ എന്റെ വാപ്പയുടെ വാക്ക് കേൾക്കാതെ, ഞാൻ എന്റെ ഉമ്മയുടെ വാക്ക് കേൾക്കാതെ, എന്റെ വീട്ടിലെ കാരണവന്മാരുടെ വാക്ക് കേൾക്കാതെ ഞാൻ വീട് വിട്ടിറങ്ങുമ്പോ ഇവൻ എന്നെ ചതിക്കില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ വീട് വിട്ടിറങ്ങി ആദ്യത്തെ ഏതാനും ദിവസങ്ങൾ പ്രശ്നമുണ്ടായിരുന്നില്ല. ഇന്ന് എന്റെ കാമുകൻ എന്ന് പറയുന്നവൻ, ഞങ്ങള് ഔദ്യോഗികമായി കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷെ ചില പേപ്പറുകളൊക്കെ ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള എന്റെ ഭർത്താവായി അറിയപ്പെടുന്നവന്റെ കൂടെ 4ഉം 5ഉം പേരൊക്കെ രാത്രി 11 മണിക്ക് ഞങ്ങളുടെ വീട്ടിൽ വരും. എന്നിട്ട് അവർ ഒന്നിച്ചിരുന്ന് മദ്യപിക്കും. ആര്? എന്റെ ഭർത്താവായി അറിയപ്പെടുന്നവനും കൂട്ടുകാരും ഒന്നിച്ച് മദ്യപിക്കും. കൂട്ടുകാർ എന്ത് ചെയ്യും? എന്റെ ഭർത്താവായി അറിയപ്പെടുന്നവനെ ഏറെ കുടിപ്പിക്കും, അവനെ മത്ത് പിടിപ്പിച്ചവനാക്കി കിടത്തും. എന്നിട്ട് അവർ 4 പേരും കൂടി എന്റെ ബെഡ്റൂമിലേക്ക് വരികയാണ്. ഞാൻ ബെഡ്റൂമിന്റെ വാതിൽ തുറന്ന് അയൽവാസിയുടെ വീട്ടിലേക്ക് ഓടി. അങ്ങനെ 1-2 ദിവസങ്ങൾ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാനിതാ ലോകത്തോട് പറയുന്നു, പെൺകുട്ടികളെ അരുത്, നിങ്ങൾ നിങ്ങളുടെ വിളിക്കുന്ന കാമുകന്റെ വിളി കേട്ട് ഇറങ്ങരുത്. ചതിയന്മാരാണ്, എനിക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട് എന്ന് കരയുന്ന വരികളുമായി പേനത്തുമ്പുകൾ ചലിപ്പിച്ച് ലോകത്തെ അറിയിച്ച ഒരു പെൺകുട്ടിയുടെ വാർത്ത എന്നെ കേൾക്കുന്ന ഉമ്മമാരോട്, എന്നെ കേൾക്കുന്ന പെങ്ങന്മാരോട്, ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥിനികളോട് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി നിങ്ങളുടെ ചിന്തയുടെ ലോകത്തേക്ക് വെച്ചു നോക്കിയിട്ടുണ്ടോ? ഇതെന്റെ അനുജത്തിയുടെ അവസ്ഥയാണെങ്കിൽ, ഇതെന്റെ ജേഷ്ഠത്തിയുടെ അവസ്ഥയാണെങ്കിൽ, എന്റെ അലാപ്പയുടെ, എന്റെ മുത്താപ്പയുടെ, എന്റെ രക്തബന്ധുക്കളുടെ അവസ്ഥയാണെങ്കിൽ, ഇങ്ങനൊരു ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് വെച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. ഇല്ല, പടച്ചവൻ അനുവദിച്ചു തരാത്ത റൂട്ടിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ പൊരുത്തവും ഇഷ്ടവും ഉണ്ടാകുമെന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല. ഇനി എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാവാത്ത ഒരു പെൺകുട്ടി അവസാനം ബാപ്പ ആളുകളുടെ മുമ്പിൽ വഷളാവാതിരിക്കാൻ, ആളുകളുടെ മുമ്പിൽ നാണം കെട്ടുപോവാതിരിക്കാൻ, ആരും അറിയിക്കേണ്ട, നമുക്കൊരു സാധാരണ വിവാഹം പോലെ നടത്താം എന്ന് പറഞ്ഞ് ആ മരുമകന്റെ കൈപിടിച്ച്, എന്റെ മകൾ ഇന്നവളെ ഈ സ്വർണ്ണാഭരണം മഹർ നിശ്ചയിച്ച്, ഇന്നത് മഹർ നിശ്ചയിച്ച് ഞാനിതാ നിനക്ക് നിക്കാഹ് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയുമ്പോ മനസ്സറിഞ്ഞ് പറയുകയല്ലേ അത്? അല്ല. അതുകൊണ്ട് തന്നെ ആ വിവാഹത്തിന്റെ സാധൂകരണത്തെക്കുറിച്ച് ലോകത്തെ ചർച്ചയുണ്ട്. ആ മനസ്സറിയാതെ വഷളായി പോകാതിരിക്കാൻ, നാണം കെട്ടു പോകാതിരിക്കാൻ, സമൂഹത്തിന്റെ മുമ്പിൽ തലതാന്നു പോകാതിരിക്കാൻ, അതേ മുഖം നിവർത്തി നടക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ഉപ്പ ഇങ്ങനെ ചെയ്യേണ്ടി വന്നാൽ തന്നെ ആ നിക്കാഹിന്റെ അവസ്ഥ എന്ത് എന്ന് പണ്ഡിത ലോകത്ത് ചർച്ചയുണ്ട്. ചിലപ്പോ വാപ്പ വരുന്നില്ല, വാപ്പ ആർക്കെങ്കിലും വക്കാലത്ത് കൊടുക്കുകയാണ്. ഈ അവസ്ഥ വരെ ഉണ്ടാവാറുണ്ട്. ചില ആളുകൾ വാപ്പയുടെ സമ്മതം വേണ്ട, എനിക്കാരുടെയും സമ്മതം വേണ്ട, രാജ്യം അനുവദിക്കുന്നുണ്ട് എന്ന നിലക്ക് ചില ഗവൺമെന്റ് സംവിധാനങ്ങളിലൂടെ ആ വിവാഹത്തെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇതൊക്കെ ഇസ്ലാമികമായി ഏതർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും? ഏതർത്ഥത്തിൽ നമുക്ക് ആലോചിക്കാൻ പറ്റും? ഒരു വ്യഭിചാരത്തിന്റെ ലോകത്ത് മരണം വരെ
ഒരു പെൺകുട്ടിയുടെ നിക്കാഹ് നടക്കുമ്പോ വാപ്പ കൈ കൊടുക്കാനില്ല. എന്താ കാരണമെന്നറിയുമോ? ആ പെൺകുട്ടി, പ്രിയപ്പെട്ടവരെ, ഒരു വിവാഹത്തിലൂടെ ഒരു സഹോദരനും സഹോദരിക്കും ജനിച്ചതല്ല, ഒരു അവിഹിത ബന്ധത്തിലൂടെ പിറന്ന കുട്ടിയാണ്. അതുകൊണ്ട് അയാൾ ആ പെൺകുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കാൻ യോഗ്യനല്ല, വലിയല്ല. പിന്നെ അവർ ചെയ്ത തെറ്റിന് കല്യാണത്തിന്റെ ദിവസം ഈ കാര്യമറിഞ്ഞ് കണ്ണു നിറയെ ഇങ്ങനെ ആ ചുമന്നു പോകുന്ന വിധത്തിൽ കണ്ണീരോടുകൂടി ആ കുട്ടി വേദനിച്ചു പോകുന്നത്, അത് ഒരു ദിവസം അവസാനിക്കുന്നതല്ല. ഈ വ്യഭിചാരത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഒരു ദിവസം അവസാനിക്കുന്നതല്ല. അതിന്റെ പ്രത്യാഘാതങ്ങൾ അടുത്തടുത്ത തലമുറയിലേക്ക് ഇങ്ങനെ കടന്നു പോകുന്ന ദയനീയമായ രംഗങ്ങൾ ഉണ്ടാകുമെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വിവാഹം നമ്മുടെ വാപ്പയും ഉമ്മയും ഒക്കെ സന്തോഷത്തോടുകൂടി നടത്തിത്തരുന്ന ഒന്നായി മാറണം, വലിയുള്ള വിവാഹമായി മാറണം. ഇഷ്ടപ്പെട്ട വലിയ നിന്റെ വാപ്പ ഇഷ്ടത്തോടുകൂടി, അതെ എന്റെ മകളുടെ വിവാഹമാണ്, ഞാൻ കണ്ട സ്വപ്നമാണിത്, എന്റെ കൂട്ടുകാരെ ക്ഷണിക്കണം, എന്റെ കുടുംബത്തിലെ ആളുകളെ ക്ഷണിക്കണം, വളരെ അഭിമാനത്തോടുകൂടി വളരെ ഇസ്സത്തോടുകൂടി എന്റെ കുട്ടിയെ ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കണം എന്നാഗ്രഹിച്ച വാപ്പയുടെ സ്വപ്നങ്ങൾക്ക് നിങ്ങൾ കത്തിവെക്കരുത്. വാപ്പയുടെ സ്വപ്നങ്ങളെ നിങ്ങൾ കാറ്റിൽ പറത്തരുത്. മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ കാറ്റിൽ പറത്തരുത്. ഇല്ലേ, ഇന്നലെ കണ്ടവന്റെ വാക്കുകൾ ഒരുപക്ഷെ നാളെ അവസാനിക്കാം. നീ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ലോകരക്ഷിതാവായ റബ്ബ് നിമിത്തമാക്കിയതിന്റെ പേരിൽ നിന്റെ വാപ്പയും ഉമ്മയും നിനക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിന്റെ കാഷ്ടവും മൂത്രവും മറപ്പില്ലാതെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതേ, അണിഞ്ഞൊരുങ്ങി പോകാനൊരുങ്ങുമ്പോ ആ ഉമ്മയുടെ ആ ഡ്രസ്സിലേക്ക് നീ കാട്ടിച്ചു കളഞ്ഞത്, മുത്രിച്ചു കളഞ്ഞത് അറപ്പിന്റെയും വെറുപ്പിന്റെയും വാക്കുകൾ പറഞ്ഞിട്ടില്ല. ഇല്ല, അവര് ആ കുഞ്ഞിന് വേണ്ടി, നിനക്ക് വേണ്ടി രാപ്പകൽ ഭേദമന്യേ ഉറക്കമൊടിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ എത്രയോ ദിവസം ഇരുന്നിട്ടുണ്ട്. വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ കാത്തിരുന്നിട്ടുണ്ട്. നിന്റെ കാലിൽ നിനക്ക് നിൽക്കാനായി എന്ന് തോന്നുന്നൊരു ഘട്ടമെത്തുമ്പോ എന്ത് വാപ്പ എന്ന് ചോദിക്കുന്ന വൃത്തികെട്ട നന്ദികെട്ടവളായി മാറിപ്പോകരുത് എന്ന് ലോകത്തറിയിക്കേണ്ടവരാണ്. ഇവിടെ വന്ന രക്ഷിതാക്കളോട് പറയാ, അതിനായി ഇതുപോലെയുള്ള കോളേജുകൾ എന്താണ് ദീൻ എന്ന് പറയാൻ, എന്താണ് ഇസ്ലാമിന്റെ ഇസ്സത്ത് എന്ന് പഠിപ്പിക്കാൻ, എന്താണ് ഇസ്ലാമിലെ വിവാഹമെന്ന് പഠിപ്പിക്കാൻ പോരാ, എങ്ങനെയായിരിക്കണം ഒരു മാതാപിതാക്കളുടെ പെരുമാറ്റമെന്ന് അറിയാനും ജീവിതത്തിൽ പകർത്താനും, ദീനീ ബോധമുള്ള ഒരു പെൺകുട്ടിയായി ഞാൻ എങ്ങനെ മാറുമെന്ന്, അതിനാ പാണക്കാടിന്റെ ഈ ഉയർന്നു നിൽക്കുന്ന മണ്ണിൽ ജാമിയ അൽ ഹിന്ദിന്റെ ലേഡീസ് ക്യാമ്പസ് ഉയർന്നു നിൽക്കുന്നത്, അത് ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് ഇവിടുന്ന് കിട്ടുന്ന വിജ്ഞാനങ്ങൾ സമാധാനത്തിന്റെ ദൂതന്മാരായി, വെള്ളരിപ്രാവുകളായി ഈ ലേഡീസ് ക്യാമ്പസിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഓരോ പെൺകുട്ടികളും ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് ദീനിന്റെ സമാധാനത്തിന്റെ സന്ദേശവാഹകരായി എത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പസിന്റെ പിന്നിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രവർത്തിച്ചിട്ടുള്ളത്. സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. അത് അള്ളാഹുവിന്റെ ഒരു തൗഫീഖാണ്. അതിനുവേണ്ടിയാണ് ഇതുപോലെയുള്ള കോളേജുകളും ക്യാമ്പസുകളും ഒക്കെ പ്രവർത്തിക്കുന്നത് എന്ന് സാന്ദർഭികമായി നമ്മൾ ഓർക്കാൻ വേണ്ടിയാണ്. അപ്പോ ഒരു വലിയ എന്ന് പറയുന്നത് നമ്മൾ ആ വലിയ ഇഷ്ടത്തോടുകൂടി ആ വിവാഹം നടത്തി തരണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുമ്മറഅത്തിൻ നകഹത് ബിഗൈരി ഇദ്നി വലിയിഹാ, ഒരു വലിയിന്റെ അനുവാദമില്ലാതെ, ഒരു വലിയിന്റെ അനുവാദമില്ലാതെ, വലിയില്ലാതെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുത്താൽ പ്രവാചകൻ പറയുകയാണ്, ഫനിക്കാഹുഹാ ബാത്തിൽ. 3 വട്ടം ആവർത്തിച്ചു, ഫനിക്കാഹുഹാ ബാത്തിൽ, ഫനിക്കാഹുഹാ ബാത്തിൽ. ആ നിക്കാഹ് ബാത്തിലാണ് കേട്ടോ, ആ നിക്കാഹ് വ്യർത്ഥമാണ്, ആ നിക്കാഹ് ശരിയല്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളുടെയും പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ നടക്കുന്ന വിവാഹങ്ങൾ സാന്ദർഭികമായി ഞാൻ പറയാ, ഇവിടെ വന്ന സോദരിമാരോട്, ഉമ്മമാരോട്, അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു പ്രത്യേകമായ കർമ്മമാണ് വിവാഹം എന്നത്. ആ വിവാഹം കാട്ടിക്കുട്ടലുകളുടെ ലോകമായി മാറരുത്. ആ വിവാഹം ഒരു കാട്ടിക്കുട്ടൽ, ക്രെയിനിൽ ഇങ്ങനെ മിഠായി ഡെക്കറേറ്റ് ചെയ്ത്, നിങ്ങൾ കണ്ടില്ലേ സോഷ്യൽ മീഡിയയിൽ മിഠായികൾ ഇങ്ങനെ ക്രെയിനിൽ അത് ഡെക്കറേറ്റ് ചെയ്തിട്ട്, എത്ര ബുർജ് ഖലീഫയുടെ ആകൃതിയിൽ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ദുബായിലെ ബുർജ് ഖലീഫയാണ്. ആ ബുർജ് ഖലീഫയുടെ ആകൃതിയിൽ വിലപിടിപ്പുള്ള മിഠായികൾ ഡെക്കറേറ്റ് ചെയ്ത് മീറ്ററുകൾ ഹൈറ്റിൽ ആ രൂപമുണ്ടാക്കി ക്രെയിൻ ഉപയോഗിച്ച് ഈ ചെറുപ്പക്കാരൻ തന്റെ ഇണയാകാൻ പോകുന്ന പെണ്ണിന്റെ കൈകളിലേക്ക് അവൾക്കൊരിക്കലും എടുക്കാൻ കഴിയില്ല.
10-20 പേർക്ക് പൊന്തിക്കാൻ കഴിയാത്തത് അവളുടെ കൈകളിലേക്ക് ക്രൈൻ ഉപയോഗിച്ച് താഴ്ത്തിക്കൊടുത്ത് ഇതൊക്കെ ഒരു അഹങ്കാരമായി, എന്റെ വിവാഹം ഒരു വേറിട്ട വിവാഹമാണ്, ഒരു വെറൈറ്റി വിവാഹമാണ് എന്ന് മനുഷ്യരെ കാണിക്കാൻ പൊങ്ങച്ചവും ഗർവും ധൂർത്തും ഗമയും വമ്പും കാണിക്കുമ്പോ അതൊക്കെ നിന്റെ തലക്കുമീതെ ഒരു പരീക്ഷണമായി നാളെ അല്ലാഹു തആലക്ക് ഇറക്കാൻ നിമിഷങ്ങളും സെക്കൻഡുകളും മതിയാകും നിന്റെ സർവ്വ ഗർവുകളെയും തല്ലിയുടക്കാൻ. ഞാൻ കണ്ണൂർ ഭാഗത്ത് ഒരു പ്രഭാഷണത്തിന് വേണ്ടി പോകുമ്പോൾ കാസർഗോഡിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ കണ്ണൂരിന്റെയും കാസർഗോഡിന്റെയും ബോർഡറിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രഭാഷണത്തിന് വേണ്ടി സ്റ്റേജിലിരിക്കുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അവിടുത്തെ SI സബ് ഇൻസ്പെക്ടർ എന്നെ വിളിച്ചു. ഒരു ഹൈന്ദവ സഹോദരനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളാണോ ഇവിടുത്തെ മുഖ്യ പ്രഭാഷകൻ? അതെ, ഒരു കാര്യം പ്രസംഗത്തിൽ പറയാൻ വേണ്ടി ഓർമ്മിപ്പിക്കാനാണ്. ഇതാ ഇവിടുത്തെ പള്ളിയിലെ മയ്യത്ത് കട്ടിലെടുത്തിട്ടാണ് ഒരു കല്യാണത്തിന് പുതിയാപ്പിളയെ കൊണ്ടുപോയത്. എന്ത്? ഈ പള്ളിയിലെ മയ്യത്ത് കട്ടിലെടുത്തിട്ട് അതിലിരുത്തിയിട്ടാണ് പുതിയാപ്പിളയെ കൊണ്ടുപോയത്. പോരാ, ഒരു ഹൈന്ദവ പോലീസ് ഉദ്യോഗസ്ഥനാ പറയുന്നത്, നമ്മളോട് പറഞ്ഞു തരാ, നിങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്കി, നിങ്ങളെ കൗമിനോട് ഒന്ന് പറഞ്ഞു കൊടുക്കി. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? മയ്യത്ത് കട്ടിലിൽ പുതിയാപ്പിളയെ ഇരുത്തി ആ മയ്യത്ത് കട്ടിലുമായി സ്ത്രീകൾ അതിന്റെ പിറകിൽ കൈകൊട്ടി, മഫ്തയിട്ട സ്ത്രീകൾ അതിന്റെ പിറകിൽ ഇങ്ങനെ കൈയും കൊട്ടി പുതിയാപ്പിളയുടെ കൂടെ ഈ മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോകുന്ന പുതിയാപ്പിളയുടെ കൂടെ നടക്കുന്നു. എന്നിട്ട് അവിടുത്തെ ഒരു സബ് ഇൻസ്പെക്ടർ, ഒരു ഹൈന്ദവ പോലീസ് ഉദ്യോഗസ്ഥൻ പറയാ, ഇത് ഇന്നത്തെ പ്രസംഗത്തിൽ പറയണം, ഇവിടുത്തെ മുസ്ലിങ്ങൾ കേൾക്കട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞു വന്നത്, ഈ പ്രേമവും ഇത്തരത്തിലുള്ള തോന്നിയവാസങ്ങളൊക്കെ നടക്കുമ്പോൾ അതിന് കൂട്ടത്തിൽ ഇങ്ങനെയൊന്നുമല്ല, നേർക്ക് നേരെയുള്ള വിവാഹമാണ് എന്ന് പറയുന്ന സ്ഥലത്ത് പോലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ബറക്കല്ലാഹു ലക് വബറക അലൈക് വജമഅ ബൈനകുമാ ഫീ ഖൈർ എന്നൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് 3 വട്ടം. എങ്ങനെ സ്വീകരിക്കും അല്ലാഹ്? എല്ലാ തോന്നിയവാസങ്ങളും അരങ്ങേറുന്ന ആ കല്യാണത്തിന്റെ വീട്ടിൽ അതിന് കൂട്ടുനിൽക്കുന്ന മണവാളൻ, അതിന് കൂട്ടുനിൽക്കുന്ന മണവാട്ടി, അതിന് കൂട്ടുനിൽക്കുന്ന വാപ്പ, അല്ലെങ്കിൽ മൗനിയായി നിൽക്കുന്ന പിതാവ്, അല്ലെ? എങ്ങനെ ഈ പ്രാർത്ഥന അവിടെ അള്ളാഹു സ്വീകരിച്ച് ഫലവത്താകുമെന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരത്തിന്റെ അവസാന ഭാഗത്തേക്ക് നീങ്ങുകയാണ്. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് നമുക്ക് നൽകിയൊരു അപാരമായ ഭാഗ്യം പിന്നെ നേടിയെടുക്കാൻ പറ്റുന്ന, അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വേദിയാകുന്ന കല്യാണം പോലും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത, അലങ്കോലമാക്കുന്ന, പടച്ചവന്റെ കോപത്തിനിരയാകാൻ സാധ്യതയുള്ള ഒരു വേദിയാക്കി മാറ്റുന്ന അവസ്ഥയെ ഗൗരവമായി നമ്മൾ ആലോചിക്കണം. പോരാ, പെൺകുട്ടികള് വാശി പിടിച്ച്, ദുർവാശി പിടിച്ച് എനിക്കിത് മതി, ഇല്ലെങ്കിൽ എനിക്ക് കല്യാണം വേണ്ട എന്നൊക്കെ പറഞ്ഞ് നിന്നെ പോറ്റി വളർത്തിയ വാപ്പ നിന്റെ മുമ്പിൽ തോറ്റുപോകുന്ന, നീ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് നിനക്ക് തോന്നുന്നോ? നഷ്ടമാണത്. നീ നേടിയെടുക്കുന്ന നഷ്ടത്തിന്റെ കുമ്പാരമാണ്. നിന്റെ ഉമ്മയെ തോൽപ്പിച്ചു എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അത് വലിയൊരു നഷ്ടത്തിലേക്കാണ് നിന്നെ എത്തിക്കുന്നത്. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, റബ്ബ്, അള്ളാഹുവിന്റെ തൃപ്തി, ഫീ റിളൽ വാലിദ്. അതാണ് പ്രിയപ്പെട്ട, ഈ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാന്റെ തൃപ്തി. പോരാ, എന്നിട്ട് വീണ്ടും വിശദീകരിച്ചു തന്നു, വസഖത്തുർ റബ്ബ് ഫീ സഖത്തിൽ വാലിദ്. അല്ലെ? ആ മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ കോപം, അവരുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി. അവിടെ തൃപ്തിയില്ലാത്ത ഒരു വിവാഹം, അവിടെ തൃപ്തിയില്ലാത്ത ഒരു കുടുംബ ജീവിതം, അല്ലേ? ഞാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രം വായിക്കുമ്പോൾ ഒരു വാക്ക് കണ്ടത് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങൾ അന്വേഷിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ മകനാകുന്ന തന്റെ മകനോട് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്നറിയോ? ആ മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മകനിഷ്ടമാണ് ആരെ? കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിനെ. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറയുന്നു, ആ പെണ്ണ് നിനക്ക് ഭാര്യയായി വേണ്ട, ഒഴിവാക്കണമെന്ന്. ഒരു വാപ്പ പറഞ്ഞാൽ, ഉമ്മ പറഞ്ഞാൽ ഉടനെ നമ്മളെ ആങ്ങളയുടെ ഭാര്യയെ ആങ്ങളെ ഒഴിവാക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ഒഴിവാക്കണം എന്ന അർത്ഥത്തിലല്ല ഞാനിത് പറയുന്നത്. അതിന്റെ പശ്ചാത്തലങ്ങളും കാരണങ്ങളൊക്കെ പഠിക്കണത് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ ആ ചരിത്രത്തിൽ അവിടെ പറയുന്നത്, ഈ വാക്ക് കേട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പരാതിയുമായി ചെല്ലുന്നു. അപ്പോ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, അത്അബാക്, നീ നിന്റെ വാപ്പയെ അനുസരിക്കുക എന്നാണ്. നീ നിന്റെ വാപ്പയെ അനുസരിക്കുക എന്നാണ്. എങ്ങനെ? കല്യാണം കഴിഞ്ഞു കൊണ്ടുവന്ന് അവർക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ല എന്ന് തോന്നിയിട്ടും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയണമെങ്കിൽ അത്തരത്തിലുള്ളൊരു കാരണം അതിനുണ്ടാകും, അല്ലാതെ പറയില്ല. ശരി, എന്നിട്ടും
തൻ്റെ മോനോട് പറയുന്നു, എന്ത്, നീ നിന്റെ വാപ്പയെ അനുസരിക്കുക എന്ന് പ്രവാചകൻ പറഞ്ഞു എന്നതാണ് അവിടെ നമുക്ക് വായിക്കാൻ പറ്റിയിട്ടുള്ളത്. എന്നിട്ട് വിവാഹത്തിന് മുമ്പ് ഒരു അന്വേഷണം നടക്കുമ്പോൾ അത് വേണ്ട എന്ന് വാപ്പ പറഞ്ഞാൽ ആ വാപ്പയെ അനുസരിക്കാത്ത, അത് വേണ്ട എന്ന് പറഞ്ഞാൽ ആ ഉമ്മയെ അനുസരിക്കാത്തൊരവസ്ഥയിലേക്ക് ഈ പുതിയ തലമുറ എങ്ങനെ എത്തി എന്നതിനെക്കുറിച്ച് ഗൗരവമായി നമ്മൾ ആലോചിക്കണേ എന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. പരിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 123-ാമത്തെ ആയത്തിൽ മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി എന്ന പ്രയോഗല്ലേ, ആര് തിന്മ ചെയ്തോ അത് അനുഭവിക്കും. അതിനാ നേരത്തെ ഞാനൊരു കഥ പറഞ്ഞത്. വാപ്പയെ അനുസരിക്കാതെ ഇറങ്ങിപ്പോയിട്ട്, ഉമ്മയെ കണ്ണീരിലായിട്ട് ഇറങ്ങിപ്പോയിട്ട് പിന്നെ ഫേസ്ബുക്കിൽ കുറിച്ചു വെച്ചു, അല്ലേ, എനിക്ക് സങ്കടമായി, എനിക്ക് ദുഃഖമായി, ഞാൻ അനുഭവിക്കുന്നു, എനിക്കിപ്പോൾ തിരിച്ചറിവുണ്ടായി. പ്രിയപ്പെട്ടവരെ, എന്ത് തോന്നിയവാസം ചെയ്താലും അതൊക്കെ തിരിച്ച് അനുഭവിക്കേണ്ടി വരുമെന്ന ഒരു ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഇന്ന് പെൺകുട്ടികൾ, 3 പെൺകുട്ടികളെ കോളേജിന്റെ ക്യാമ്പസിൽ നിന്ന്, ഞാൻ വേഗം വിഷയത്തിന്റെ മറ്റൊരു പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാനാ, ഒരു കോളേജ് ക്യാമ്പസിൽ 3 പെൺകുട്ടികളെ ആ കോളേജ് പ്രിൻസിപ്പൽ പുറത്ത് നിർത്തിയിരിക്കുകയാണ്. രക്ഷിതാക്കൾ വരണം, നിങ്ങളുടെ സംസാരിക്കണം, കൂട്ടിക്കൊണ്ടുപോകണം. ചുരുക്കി പറയട്ടെ, എന്തിനാണ്? ക്ലാസ് റൂമിലിരുന്ന് മദ്യപിച്ചതിനാണ്, ക്ലാസ് റൂമിലിരുന്ന് കള്ളുകുടിച്ചതിന്, ക്ലാസ് റൂമിലിരുന്ന് മദ്യപിച്ചതിന് കോളേജിലെ മുതിർന്ന പെൺകുട്ടികളെ പ്രിൻസിപ്പൽ പുറത്താക്കി. അതിന് രക്ഷിതാക്കളെ വരുത്തുന്നൊരവസ്ഥ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും. എവിടെയാണ് നമ്മുടെ കുട്ടികളുള്ളത്? പെൺകുട്ടികളോടൊക്കെ ലഹരിയെക്കുറിച്ച് പറയണോ? മയക്കുമരുന്നിനെ കുറിച്ച് സംസാരിക്കണോ? മദ്യത്തെക്കുറിച്ച് പറയണോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഒരു ക്യാമ്പസിലൊക്കെ എന്തിനാണ്? നമ്മുടെ അനുജത്തിമാർ പഠിക്കുന്ന ക്യാമ്പസ്, നമ്മുടെ ജേഷ്ഠത്തിമാർ പഠിക്കുന്ന ക്യാമ്പസ്, ഇവിടെ വന്നിരിക്കുന്ന ഉമ്മമാരെ, നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട മറ്റു കുട്ടികൾ പഠിക്കുന്ന ക്യാമ്പസ്, അൽഹംദുലില്ലാ നമ്മുടെ ഈ ക്യാമ്പസ്, അതിനാണ് ഈ ക്യാമ്പസ്. ഒരു ദിശാബോധം നൽകാൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ അവിടെ ഹൃദയത്തിലേക്ക് എപ്പോഴും ഇട്ടുകൊടുക്കാൻ, അനുസരിച്ച് ഏറ്റവും നല്ലൊരു മോളായി, ഒരു മോനായി 2 ക്യാമ്പസിൽ അങ്ങനെ വളരാൻ, അതിനാണ് നമ്മുടെ ക്യാമ്പസ്. പക്ഷേ ഒരു വാക്ക് ഞാൻ പറയട്ടെ, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തെന്നറിയോ? ഈ അൽ ഖംർ എന്നത്, ഈ ലഹരി എന്നത് അതെല്ലാം പെടും. ഒരു കള്ള് മാത്രമല്ല, എന്തൊക്കെ ലഹരിയുണ്ടോ, MDMA. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂടെ ഞാൻ ഒരു വേദി പങ്കിടുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു പഞ്ചസാരയുടെ തരി അതിനെ രണ്ടാക്കി ഒരു പഞ്ചസാരയുടെ തരി ഈ വിരലിനുള്ളിൽ ഇങ്ങനെ വെച്ചാൽ, ഉമ്മമാരെ, അതിപ്പോ ഒരു വലിയ മാജിക് ഒക്കെ പഠിക്കണം, അത് ഒളിപ്പിച്ചു വെക്കാൻ വേണ്ട. അതിന്റെ പകുതി, ഒരു പഞ്ചസാര തരിയുടെ പകുതി വലിപ്പമുള്ള MDMA. 2 പേരും കൂൾബാറിലിരുന്ന് ജ്യൂസ് കുടിക്കുമ്പോൾ, ഇവൻ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കൂടെ കൂൾബാറിലിരുന്ന് ജ്യൂസ് കുടിക്കുമ്പോൾ, ഇവൻ അറിയാതെ ആ പെൺകുട്ടിയോടുള്ള വർത്തമാനത്തിനിടയിൽ ഈ പഞ്ചസാര തരിയുടെ പകുതി വലിപ്പമുള്ള MDMA അവളുടെ ജ്യൂസിലേക്ക് ഇട്ടു. എന്നിട്ട് അവര് ജ്യൂസ് കുടിച്ച് പിരിഞ്ഞു. 2 പേരും 2 വഴിക്ക് പിരിഞ്ഞുപോയി. രാത്രി അവൾ വീട്ടിൽ നിന്ന് വിളിക്കുകയാണ്, ഇന്ന് നമ്മൾ കുടിച്ച ജ്യൂസ് എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ, എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒരു ജ്യൂസ് കുടിച്ചിട്ടില്ല, എനിക്ക് ഉറക്കം വരുന്നില്ല, എൻ്റെ രോമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക. ഇത് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ വാക്കാൻ ഞാൻ പറയുന്നുണ്ടോ, എൻ്റെ രോമം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. നീ ഇപ്പൊ എവിടെയാണ്? എനിക്ക് നിന്നോട് സംസാരിക്കണം. അങ്ങനെ സംസാരിച്ച് 1 മണി, 12 മണി, 1 മണിയായി. നീ വരണം, ഞാൻ നിന്റെ കൂടെ വരാം. അങ്ങനെയാണ് ഇവർ 2 പേരെയും രക്ഷിതാക്കളുടെ പരാതി കേട്ട് ഇവരെ പിടിച്ച് സ്റ്റേഷനിൽ എത്തിയപ്പോ ഇവർ യാത്ര ചെയ്തതിനെ കുറിച്ച് ഇവർ വിവരിച്ചത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുക. അങ്ങനെ ആ സമയത്ത് ഈ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. എന്താണ് ഇവളെ ഈ അർത്ഥത്തിൽ എത്തിച്ചത്? ഒരു MDMA പഞ്ചസാര തരി വലിപ്പമുള്ളതിന്റെ പകുതി അവളുടെ ജ്യൂസിൽ അവൻ കലർത്തി കൊടുത്തു. എന്നിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയാ, 500 ചായ ഒരുമിച്ച് കുടിച്ചതുപോലെയായിരിക്കും ഒരു പഞ്ചസാര തരിയുടെ പകുതി വലിപ്പമുള്ള MDMA ഒരാൾ നാവിൽ രുചിച്ചാൽ 500 ചായ ഒരുമിച്ച് കുടിച്ച പോലെയായിരിക്കും. ഇതാണ് പുതിയ ലോകം. എത്ര കണ്ട് സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ അൽ ഖംറി എന്ന ഈ ലഹരിയുണ്ടല്ലോ, അത് ഉമ്മുൽ ഖബായിസ്, സർവ്വ വൃത്തികേടുകളുടെയും സർവ്വ മ്ലേച്ഛതകളുടെയും സർവ്വ തോന്നിവാസങ്ങളുടെയും ഉമ്മയാണ്. പിന്നെ എന്താന്നില്ല ജീവിതം, ഏതിലുമെത്താം, എവിടെയുമെത്താം. ആ അർത്ഥത്തിൽ സർവ്വ വൃത്തികേടുകളുടെയും ഉമ്മയാണ്. മറ്റൊരു സ്ഥലത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയോഗിച്ച വാക്ക് ഫഇന്നഹ മിഫ്താഹു കുല്ലി ശർരിൻ, സർവ്വ തിന്മകളുടെയും താക്കോലാണ്. വ്യഭിചാരത്തിന്റെ, കൊലപാതകത്തിന്റെ, ആത്മഹത്യയുടെ എന്നുവേണ്ട എന്തൊക്കെ തിന്മകൾ നിങ്ങൾ കെണ്ണി പറയാൻ പറ്റുമോ, സർവ്വ തിന്മകളുടെയും മിഫ്താഹ്, താക്കോലാണ് ഈ ലഹരി എന്നത്. അത് പെൺകുട്ടികളെയും ഇന്ന് ഇതാ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് പിടികൂടിയിരിക്കുകയാണ്.
ആൺകുട്ടികളെക്കാൾ എന്ന് പറഞ്ഞാൽ തെറ്റാവാത്ത വിധത്തിൽ പെൺകുട്ടികൾ അത് ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അവർക്ക് എങ്ങനെ നടക്കണമെന്നറിയില്ല. പിന്നെ നാണം അവരുടെ ലൈഫിൽ നിന്ന് പോവുകയാണ്. നാണം എന്നത് അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുകയാണ്. പിന്നെ വേഷം അത് അവർക്ക് ഇഷ്ടമുള്ളതായി. തന്റെ അങ്കലാവണ്യങ്ങൾ കടുകക്കണ്ണുകളുമായി കാത്തിരിക്കുന്നവർക്ക് കൊത്തി വലിക്കാൻ ആഗ്രഹിക്കാത്തവർക്ക് മുന്നിൽ പോലും അങ്ങനെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ ആ അർത്ഥത്തിൽ അവർ ചെന്ന് നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മുസ്ലിമത്തായ എന്റെ പെങ്ങന്മാരെ ചിന്തിച്ചോളൂ, ഡ്രസ് അണിഞ്ഞിട്ടും ഡ്രസ് അണിയാത്തവരെ പോലെ, വസ്ത്രമണിഞ്ഞിട്ടും അണിയാത്തവരെ പോലെ, കാസിയാത്തുൻ ആരിയാത്തുൻ മുമിലാത്തുൻ മായിലാത്തുൻ റൂസുഹുന്ന കഅസ്നീമത്തിൽ ബുഖ്തിൽ മായില. എന്താ പറഞ്ഞേ? തല ഒട്ടകത്തിന്റെ പൂഞ്ഞ അടിക്കളിക്കുന്നത് പോലെ ചാഞ്ഞും ചെരിഞ്ഞും ഇങ്ങനെയുള്ള നടത്തം. തല എങ്ങനെയാണ്? അവരുടെ നടത്തത്തിൽ ചെരിവും ചായ്വുമാണ്. വസ്ത്രമണിഞ്ഞിട്ടും അണിയാത്തവരെ പോലെയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ യജ്തിന റിഹഹാ, സ്വർഗ്ഗത്തിന്റെ ഒരു സുഗന്ധം പോലും അവർക്ക് അനുഭവിക്കാൻ കഴിയില്ല. ഇത്രയും നേരം ഞാൻ സംസാരിച്ചതിൽ നിന്ന് പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, ഇവിടുത്തെ വിദ്യാർത്ഥിനികളെ, എന്നെ കേട്ടവരെ, അതിന്റെ ഏറ്റവും ഗൗരവമായ വശങ്ങളെ മനസ്സിലോർത്തുകൊണ്ടായിരിക്കണം തുടർന്നുള്ള സംസാരം. ബഹുമാന്യനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം അവരുടെ സംസാരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകാൻ വേണ്ടി കൊതിച്ച് സംഭവിച്ചു പോയ തെറ്റുകളെ കുറിച്ച് ആലോചിച്ച് ഖേദിച്ച് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ കരങ്ങൾ ഉയർത്തി, ഒരു 3 റക്അത്ത് നമസ്കാരം കഴിഞ്ഞൊന്ന് കരങ്ങൾ ഉയർത്തി, ഒരു 5 റക്അത്ത് നമസ്കാരം കഴിഞ്ഞ് കരങ്ങൾ ഉയർത്തി, കണ്ണീരോടുകൂടി വിതുമ്പുന്ന ചുണ്ടുകളുമായി ഗദ്ഗദമായ അവസ്ഥയിൽ കരങ്ങൾ ഉയർത്തി ലോകത്തിന്റെ രക്ഷിതാവിനോട് പറഞ്ഞാൽ നീട്ടിയ കരങ്ങളെ ശൂന്യമാക്കി മടക്കാൻ അള്ളാഹുവിന് നാണമാണ് എന്നാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഉമ്മമാര്, ഈ പരിസരത്ത് നിന്ന് കുറെ ഉമ്മമാര് ഇവിടെ വന്നിട്ടുണ്ട്. അവരോടൊരു വാക്കുകൂടി പറയട്ടെ. ലോകത്തിന്റെ രക്ഷിതാവിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കുക മുഴുവനും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ പ്രശ്നങ്ങളും റബ്ബിന്റെ മുമ്പിലേക്ക് വെക്കുക. നമ്മുടെ സങ്കടങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വെക്കുക. അള്ളാഹു തആല എല്ലാം കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ, എപ്പോഴും കേൾക്കുന്നവൻ, ഏത് ഭാഷയിൽ പറഞ്ഞാലും കേൾക്കുന്നവൻ, മനസ്സ് കൃത്യമായി വായിക്കാൻ അറിയുന്നവൻ. അവന്റെ മുമ്പിൽ വെക്കുക, അവന്റെ മുമ്പിൽ സുജൂദിലാവുക, അവന്റെ മുമ്പിലേക്ക് പ്രാർത്ഥനകൾ നിരന്തരമായി കൊണ്ടെത്തിക്കുക. ആകാശത്തിന്റെ മേലാപ്പിലേക്ക് നമ്മുടെ പ്രതീക്ഷകൾ ഉയർത്തുക, കരഞ്ഞു പറയുക. എത്രയോ പ്രശ്നങ്ങൾക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കണ്ണ് നനഞ്ഞിട്ടുണ്ട്. പക്ഷേ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനെ കുറിച്ച് ആലോചിച്ച്, ഖബറിനെ കുറിച്ച് ആലോചിച്ച്, നരകത്തെ കുറിച്ച് ആലോചിച്ച് പ്രിയപ്പെട്ടവരെ, അങ്ങനെ കരഞ്ഞ ഒരു മനുഷ്യൻ, ലാ യലിജുൻ നാറ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ലാ, അങ്ങനെ കരഞ്ഞ ഒരു മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഹത്താ യഉദ ലബനു ഫിൽ റഈ, ലബനു ഫിൽ റഈ എന്ന് പറഞ്ഞാൽ കറന്നെടുത്ത പാല് അത് അതിന്റെ അകിടിയിലേക്ക് തിരിച്ചെത്തുന്നത് വരെ എന്ന പ്രയോഗം വരെ കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കരയുക, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കണ്ണ് നനയുക. അവനെ ഓർത്തിട്ടാണ് കണ്ണ് നനയേണ്ടത്. അവന്റെ ഭീകരമായ, അവൻ ഒരുക്കി വെച്ച നരകത്തെ കുറിച്ച് ആലോചിച്ച്, ആകാശഭൂമിയോളം വിശാലമായ ആ സ്വർഗത്തിൽ എനിക്ക് പ്രവേശനം കിട്ടാതെ പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ചിന്തിക്കുവാനും ആലോചിക്കുവാനും തയ്യാറാവുക. എൻ്റെ വാക്കുകളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും അക്ഷരങ്ങൾ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തി വായിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.